ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും സമാധാനവും ശാന്തിയും ഭഗവാന്റെ പ്രസാദവും ആയുസ്സും ആരോഗ്യവും രോഗശാന്തി എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്കിന്ന് ഭഗവത്ഗീത നോക്കാം മക്കളെ. മോക്ഷ സന്യാസ യോഗത്തിൻ്റെ 60 ശ്ലോകം വരെ നമ്മൾ വായിച്ചു. ഇനി 1-2 ദിവസം തീരും. ഇന്ന് നമുക്ക് വായിക്കാൻ എന്താ ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം. നമ്മൾ 59-ാമത്തെ 60 എന്താ നമ്മൾ വായിച്ചത്? അതഹങ്കാരം ആശ്രിത്യ നയോത്സ്യ ഇതി മന്യസേ മധ്യൈഷ വ്യവസായസ്തേ പ്രകൃതിസ്ത്വാം നിയോക്ഷ്യതി. അഹം എന്ന ഭാവത്താലാണല്ലോ യുദ്ധം ചെയ്യുക ഇല്ലെന്ന് നീ തീരുമാനിച്ചതേ, അത് വെറും മിഥ്യ തന്നെ. കാരണം ഞാനെന്ന ഭാവം, നമുക്ക് സ്വന്തം ഒരു അഭിപ്രായം, എനിക്കൊന്നും കഴിയില്ല, ഞാനൊന്നും ചെയ്യില്ല എന്ന് നമ്മൾ പൊതുവെ പറയുമല്ലോ. അത് ഞാനെന്നൊരു ഭാവം ഉള്ളതുകൊണ്ട് അത് ഭഗവാൻ അറിഞ്ഞ് മനസ്സിലാക്കി പറയുന്നു. അഹം എന്ന ഭാവത്താലാണല്ലോ യുദ്ധം ചെയ്യുക ഇല്ലെന്ന് നീ തീരുമാനിച്ചതേ, അത് വെറും മിഥ്യ തന്നെയാണ്. അത് ശരിയല്ല. കാരണം നമുക്ക് ജനിച്ച ഒരു വാസനയുണ്ട്. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാൽ അവിടെ ചെയ്യേണ്ട കർമ്മമുണ്ട്, അത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്ന കർമ്മം ചെയ്യേണ്ടതാണ്. പട്ടാളക്കാരനെ വെറുതെ അല്ല പട്ടാളത്തിൽ എടുക്കുന്നത്, അവനത് ചെയ്യേണ്ട കർമ്മമാണ് വെടിവെപ്പ്. അതുപോലെ അഹം ഞാനെന്ന ഭാവത്തിലല്ലേ നീ ഇത് തീരുമാനിച്ചത് ഞാൻ ചെയ്യില്ല എന്ന്. അതുകൊണ്ട് അത് മിഥ്യയാണ്, അത് ശരിയല്ല. നിന്റെ ക്ഷത്രിയ പ്രകൃതി എന്താണ്? നിന്നെ യുദ്ധസന്നദ്ധനാക്കുക തന്നെ ചെയ്യും. ഈ പ്രകൃതിയിൽ നമ്മൾ എന്തിനാ ഇവിടെ ജനിച്ചു വന്നത്? ഈ വാസന കഴിഞ്ഞ ജന്മമേ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പ്രകൃതി വരത്തില്ലല്ലോ. അതും ക്ഷത്രിയ കുലത്തിൽ എന്തുകൊണ്ട് ജനിച്ചു? അല്ലെങ്കിൽ വേറൊരു കുലത്തിൽ ജനിച്ചുകൂടായിരുന്നോ? ഇത് കഴിയത്തില്ല, ഞാൻ ഇതിനൊന്നും വന്നതല്ല എന്നപ്പോൾ എന്തിനാ ആ കുലത്തിൽ ജനിക്കേണ്ടി വന്നത്? അന്ന് ഇങ്ങനെയാണ്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ബ്രാഹ്മണ ഈശ്വര ആരാധനകൾ, പൂജകൾ, ഇതൊക്കെ. അതുപോലെ ഓരോ വർണ്ണങ്ങളുണ്ട്. ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്ന കർമ്മം ഇതാണ്. അത് ഞാനെന്ന ഭാവം, അഹം എന്ന ഭാവം കൊണ്ടാണ്, നീ അറിവില്ലായ്മ കൊണ്ടാണ് നീ ചെയ്യില്ല, യുദ്ധം ചെയ്യില്ല എന്ന് പറയുന്നത്. കാരണം അറിഞ്ഞുകൂടാ. പക്ഷെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്, നീ ഈ കുലത്തിൽ ജനിച്ചതുകൊണ്ട് നിനക്ക് പറഞ്ഞേക്കുന്ന നിന്റെ സ്വഭാവമാ. നീ അത് തന്നെ ചെയ്യേണ്ടിയിട്ടാണ് അത് അങ്ങനെ വന്നേക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിന്റെ ക്ഷത്രിയ പ്രകൃതി, ഈ പ്രകൃതിയിൽ നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പം ഓരോ വാസന ഗുണങ്ങൾ കൊണ്ടാണ് വരുന്നത്. അതായത് ഒരു നീച കുടുംബം, ഒരു വിവരവും ഇല്ലാത്ത, അറിവില്ലായ്മ കൊണ്ട് അധപ്പതിച്ച് കിടക്കുന്ന നീചം എന്ന് പറയാം. യാതൊരു വെളിവില്ല. അതിൽ വന്ന് ജനിക്കണമെങ്കിൽ അത്രയ്ക്ക് നികൃഷ്ടമായ ജന്മം നമ്മൾ ആയിട്ടാണ്, കഴിഞ്ഞ ജന്മം വാസന കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവരങ്ങനെ ഇങ്ങനെ ഒരു വല്ലാത്ത മനുഷ്യ കോലോന്നേ ഉള്ളൂ, ഒരു അറിവുമില്ലാതെ ജനിച്ചു. അപ്പോൾ അതാണ് പ്രകൃതി സ്വഭാവം. ഇവിടെ ക്ഷത്രിയ കുലത്തിൽ വന്നെങ്കിൽ ആ പ്രകൃതിയിൽ നീ അങ്ങനെ ഇവിടെ വന്നെങ്കിൽ നിന്റെ ഭാവം നിനക്ക് സ്വഭാവമുണ്ട്, അത് നീ നയിച്ചേ പറ്റൂ. അത് നിന്റെ കർമ്മവാസന. ഇപ്പം ഭഗവാൻ തന്നെ എന്താ വസുദേവരുടെയും ദേവകിയുടെയും മകനായിട്ട് വന്നു. പക്ഷേ എവിടെ ജീവിച്ചത്? കർമ്മവാസന കൊണ്ടാവട്ടെ. നന്ദഗോപരുടെ അടുക്കല, യശോദാമ്മയുടെ അടുക്കല. എന്താ അവിടെ പശുകൃഷിയായിരുന്നു. ഭഗവാൻ അത് സമ്മതക്കേട് വല്ലതും പറഞ്ഞു, എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടുത്തെ ഗോക്കളെ മേയ്ക്കുന്നതും ഈ കുട്ടികളോടൊപ്പം ഗോപാലന്മാരോടൊപ്പം എനിക്കിത് നടക്കത്തില്ല, ഞാൻ ചെയ്യില്ല എന്ന് ഭഗവാൻ വല്ലയിടത്തും പറഞ്ഞിട്ടുണ്ടോ? നിത്യേന എഴുന്നേക്കുന്ന ഭഗവാനും കുട്ടികളോടെ ഗോകുളാട്ടം ഇറങ്ങുമല്ലേ. എല്ലാം ചോറും പൊതിയും കെട്ടി പോകുന്ന, തിരിച്ച് വൈകുന്നേരത്ത് എല്ലാവരോടും ഒത്തുവരുന്നു. അല്ല അമ്മേ, എനിക്ക് നടത്തത്തില്ല, ഞാനത് ചെയ്യില്ല, ഞാൻ രാജകുമാരനാ. അല്ലെങ്കിൽ അതായത് ഈശ്വരൻ പരമാത്മാവാണല്ലോ ലോകനാഥൻ, രാജാവ്. അപ്പോൾ ആ രാജാവായിട്ട് വന്നേക്കുന്നതെന്ന് ഭഗവാൻ പറഞ്ഞു. ഉള്ളത്തിലല്ല, അറിയാമല്ലോ. പക്ഷേ അവിടെ വരുമ്പോൾ അവർക്കൊത്ത് നിന്നേ പറ്റൂ. ഇവിടെ ആ കുലത്തിൽ വന്ന് അത് അനുഭവിച്ച് ആ ഗോകൃഷി, അവർക്ക് ഗോക്കളെ മേയ്ക്കുന്നത് അതാണ് കൃഷി. അപ്പോൾ അതിനൊത്ത് നിന്നേ പറ്റൂ എന്ന് ഭഗവാൻ ആരോടും വിസമ്മതം പറഞ്ഞില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞില്ല, നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു വീട്ടിൽ ജനിച്ച് വന്നാൽ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അതാണ് നമ്മുടെയും കുലം, തൊഴിൽ. ഇന്നാണ് എല്ലാത്തിനും മാറ്റം വന്നത്, അന്ന് അങ്ങനെയാണ്. നെയ്ത്തുകാരൻ്റെ വീട്ടിൽ ജനിച്ചാൽ അവൻ നെയ്ത് തന്നെ ധനം സമ്പാദിക്കണം, അത് അവൻ്റെ തൊഴിലാണ്. കൃഷിക്കാരനാണെങ്കിൽ കൃഷി ചെയ്യണം. അച്ഛൻ എന്താ ചെയ്യുന്നത്, കിളയിലും വെട്ടലും ഒക്കെ ആണോ, അത് മക്കളും അത് പഠിച്ചു വന്ന് അവർ കൃഷിക്കാരനാവുക. ഇതൊക്കെ കുറച്ച് കാലത്തിന് മുമ്പ് ഇതൊക്കെ മാറ്റം വന്നു, എല്ലാവരും എല്ലാം പഠിക്കുന്നു, അങ്ങനെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ എന്താ പറയുക, നീ അഹം എന്ന ഭാവത്താലാണല്ലോ യുദ്ധം ചെയ്യുക ഇല്ലെന്ന് നീ തീരുമാനിച്ചത്, അത് വെറും മിഥ്യ തന്നെ, അത് യഥാർത്ഥമല്ല അർജുന.
കാരണം നിൻ്റെ ക്ഷത്രിയ പ്രകൃതി, നിൻ്റെ സ്വഭാവം, പ്രകൃതിയിൽ ഇവിടെ ഭൂമിയിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ വന്ന ഒരു സ്വഭാവമുണ്ട്, ഒരു ഗുണമുണ്ട്. ആ പ്രകൃതി നിന്നെ യുദ്ധസന്നദ്ധനാക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പായ കാര്യം. കാരണം വാസനയും കൊണ്ട് വന്നേക്കുന്ന അത് പിന്നെ വേറെ ആരെങ്കിലും നടത്താൻ പറ്റുമോ? അവരവർ തന്നെ ചെയ്തേ പറ്റൂ. അങ്ങനെ പറഞ്ഞു. നമുക്കത് മനസ്സിലാക്കണം. നമുക്ക് ഇത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഇന്ന് ഈ രീതി അല്ലെങ്കിൽ നമുക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കർമ്മം ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഞാനത് ചെയ്യില്ല നമുക്ക് പറഞ്ഞേക്കുന്ന കർമ്മത്തിനാണല്ലോ നമ്മൾ വന്നേക്കുന്നത്. അത് അറിഞ്ഞ് ചെയ്തല്ലേ പറ്റൂ. 60-ാമത്തിൽ എന്താ നമ്മൾ വായിച്ചത്? സ്വഭാവജേന കൗന്ദേയ നിബദ്ധ സ്വേന കർമ്മണ കർത്തും നേച്ഛസി യന്മോഹാൽ കരിഷ്യസ്യ അവശോപിതൽ. അല്ലയോ കൗന്ദേയ, സ്വഭാവമെന്ന നിലയിലുണ്ടാകുന്ന കർമ്മത്താൽ ബദ്ധരാണ് എല്ലാവരും. നമ്മൾക്കെല്ലാം ഒരു സ്വഭാവമുണ്ട്. അതനുസരിച്ച് അവിടെ ജനിച്ചേക്കുന്നത് ഒരു സ്വഭാവം, നമുക്ക് തന്നെ പറ്റിയതായ ഒരു ഭാവത്തിലാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതിൽ നിന്ന് മാറ്റപ്പെടാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്വഭാവം എന്ന നിലയിലുണ്ടാകുന്ന കർമ്മത്താൽ നമ്മളെല്ലാവരും എന്താണ്? ബദ്ധരാണ്. എല്ലാവരും അങ്ങനെയാണ്. അതുകൊണ്ട് ആ കർമ്മം ചെയ്യാതിരിക്കാനാണ് അജ്ഞാനം മൂലം നീ ഇച്ഛിക്കുന്നത്. നിനക്ക് പറഞ്ഞ കർമ്മം നിനക്ക് ചെയ്യാൻ വയ്യാത്ത നിൻ്റെ അജ്ഞാനം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ടാണ്. ഭഗവാൻ അറിയാം. ഇന്ന് നമുക്കെല്ലാവരും അങ്ങനെയാണ്. എൻ്റെ അമ്മ ഭാഗവതപാരായണം ആണെങ്കിൽ ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ പറ്റൂ. എൻ്റെ അച്ഛനൊരു സന്യാസിയാണെങ്കിൽ എനിക്കത് പറ്റില്ലെന്ന് പറയാൻ എനിക്ക് പറ്റുമോ? അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാണെങ്കിൽ ഞാനും അങ്ങനെ ആവണ്ടേ? അല്ല, വേറൊരു തൊഴിലല്ല അവിടെ വരേണ്ടത്. ആ കാലത്ത് അങ്ങനെയാണ്. ഇപ്പോഴാണ് നമ്മൾ ഒരു സന്യാസി ആയതുകൊണ്ട് മകൻ സന്യാസി ആണോന്നുമില്ല. മോൻ്റെ ഇഷ്ടപ്രകാരം വളരുമ്പം തിരഞ്ഞെടുക്കാം ഓരോ കർമ്മങ്ങൾ. അതങ്ങനെ ഒരു കാലമായി മാറി. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ദ്വാപരത്തിലും ഇതിപ്പം കലിയുഗമല്ലേ, അത് നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ അജ്ഞാനം മൂലം നീ ഇച്ഛിക്കുന്നത്, നിനക്ക് അറിവില്ല, നിനക്ക് ഈ കർമ്മം ചെയ്യത്തില്ല എന്ന് നീ പറയാൻ കാരണം നിനക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ നീ അവശനെന്നോണം അത് ചെയ്യേണ്ടി വരും. നീ ചെയ്തേ പറ്റൂ. നിനക്ക് വയ്യ എനിക്ക് കഴിയത്തില്ല എന്ന് പറയുന്നത് യുദ്ധം ചെയ്തേ പറ്റൂ. അതിനേക്കാൾ നല്ലത് വയ്യ എന്ന് പറഞ്ഞ് ചെയ്യുന്നതിനേക്കാൾ സന്തോഷമായിട്ട് ധൈര്യപൂർവ്വം സാമർഥ്യത്തോട് ചെയ്യുന്നില്ല നല്ലത്. യുദ്ധമല്ലേ. അപ്പോൾ അത്രയ്ക്ക് വീരസ്യം വേണ്ടേ, ശൗര്യം വേണ്ടേ, സാമർഥ്യം വേണ്ടേ, നല്ല ധൈര്യശാലിയാകണ്ടേ. അതുകൊണ്ട് നീ അവശനായിട്ടായാലും ചെയ്തേ പറ്റൂ. കാരണം കർമ്മവാസന അവിടുന്ന് വന്നേക്കുന്നതാ. തലക്കെട്ട് എവിടുന്നാ? കഴിഞ്ഞ ജന്മത്തെ ചെയ്തു വെച്ച കർമ്മവാസനയാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു കുലത്തിൽ ജനിച്ചു, ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൂടായിരുന്നു അർജുനന്. അതുകൊണ്ട് നിനക്കത് അവശനെന്നോണം അത് ചെയ്യേണ്ടി വരും. ഇന്ന് ഒരുപാട് വീട്ടിലെ മക്കൾ ഇങ്ങനെയാണ്. എനിക്ക് കഴിയത്തില്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് വേണേൽ അതൊക്കെ ചെയ്യില്ല, അച്ഛനോട് ചെയ്യും, എനിക്ക് പറ്റത്തില്ല. പക്ഷേ അത് തലയിലെഴുതി വച്ചിട്ടുണ്ടെങ്കിൽ വയ്യാന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും ചെയ്യും. വിശപ്പ് വരുമ്പോൾ എല്ലാവരും ചെയ്തിരിക്കും. നമുക്കുള്ള ഓരോ കർമ്മം ചെയ്യാതെ നമുക്ക് വിശപ്പടങ്ങത്തില്ല. നമ്മൾ ഈ ഭൂമിയിൽ വരുന്നതെല്ലാം നമ്മുടെ ദേഹത്തിൻ്റെ വിശപ്പിന് വേണ്ടിയാണല്ലോ എല്ലാ കർമ്മവും ചെയ്യുന്നത്. ഇപ്പോൾ അച്ഛനമ്മയും ഇരിക്കത്തോളം കാലം മക്കൾക്ക് ചെയ്ത് കൊടുക്കും. അത് എനിക്ക് വയ്യാന്ന് പറഞ്ഞ് തിന്നുകൊണ്ടിരിക്കും. പക്ഷേ അച്ഛനമ്മയുടെയും കാലം കഴിഞ്ഞാൽ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. എന്തെങ്കിലും ചെയ്യാതെ ജീവിക്കാൻ പറ്റൂ? വിശക്കത്തില്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം ഇവിടെ ഉള്ളതാണ്. ഒന്നും വയ്യെന്ന് പറയാൻ പറ്റത്തില്ല. വിശക്കുമെങ്കിൽ നമ്മൾ ചെയ്തിരിക്കും. അതുകൊണ്ട് നീ അവശനെന്നോണം അത് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളൊക്കെ ഒന്ന് മടി പിടിച്ച് ഇതുപോലെ ഇരിക്കുന്നുണ്ട് പലരും. പക്ഷേ എപ്പോഴായാലും അത് ചെയ്തേ പറ്റൂ, അല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് ഇന്ന് വായിക്കണത് 61-ാമത്തെ ശ്ലോകം. ഇന്ന് ഭഗവാൻ എന്താ ഇതിൽ പറയാ? പിന്നെ അർജുനോട് കൊടുക്കുന്ന ഉപദേശം, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശ അർജുന തിഷ്ഠതി ഭാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ. അർജുന, സർവേശ്വരനായ ഭഗവാൻ ഉണ്ടായിട്ടുള്ളതിൻ്റെ എല്ലാം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടെ എല്ലാം പരമാത്മാവ് ഒഴിച്ച് ബാക്കി മൊത്തം ഇവിടെ ഉണ്ടായതാ. പരബ്രഹ്മൂർത്തിയായിരുന്ന ജഗദീശ്വരൻ ലോകപിതാവ്, അതാ ലോകമാതാവും പിതാവും കൂടെ കൂടുന്നതാണ് പരബ്രഹ്മം. അത് പരാശക്തിയെന്നും പരമേശ്വര പിതാവായ ദൈവം, രണ്ടും കൂടെ ശിവശക്തി. ഈ രണ്ടും കൂടെ ചേർന്ന അദ്വൈതം. അത് അമ്മയും അച്ഛനും, ലോകമാതാവും ലോകപിതാവും. ഇതൊഴിച്ച് ബാക്കി ഇവിടെ എന്തെല്ലാം ഉണ്ടോ, ബ്രഹ്മാവ് മുതൽ ഇനി ഇവിടെ എന്തെല്ലാം അറ്റം വരെ ഉണ്ടത് മൊത്തവും ഇവിടെ ഉണ്ടായതാണ്. അതുകൊണ്ട് അർജുന, സർവേശ്വരനായ ആ ലോകപിതാവായ ഭഗവാൻ, അതായത് ആരാ? പരമാത്മാവായ ജഗദീശ്വരൻ, ലോകനാഥൻ, പരമേശ്വരൻ, ലോകത്തിൻ്റെ പിതാവ്. അത് എന്താ? ഈ ഉണ്ടായിട്ടുള്ളതിൻ്റെ എല്ലാം ഇവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്? ഒരു കീടമായാലും അതൊട്ട് ബ്രഹ്മാവരായാലും അതിലെല്ലാം എന്തിരിക്കുന്നു? എല്ലാവരുടെ ഹൃദയത്തിൽ. ഒരു കൊതുകിൻ്റെ ആയാലും എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുകയാണ് ഈ ചൈതന്യം, ഈ പരമാത്മാവ് ജഗദീശ്വരൻ.
അമ്മ പരാശക്തി, ശക്തി സ്വരൂപിണി, ആ ശക്തിയും ചൈതന്യം കൊണ്ട് ഇന്ന് ഞാൻ ഒരു വ്യക്തി, ഇതും ഈ പ്രകൃതിയിലുള്ളതാ. അപ്പം ഞാനും പ്രകൃതിയാ. എന്നിലും എന്തിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നു? ശക്തിയും ചൈതന്യവും. അല്ലാതെ മറ്റൊന്നും ശക്തിയും ചൈതന്യത്തിൽ നമ്മളിങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇത് പറയാൻ പറ്റുമോ? നമുക്കിങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പം എന്താണ് ഇത്? നിറഞ്ഞിരിക്കുക ഓരോ വ്യക്തിയിലും, എല്ലാ ജീവനിലും. അതാണ് അർജുന, സർവേശ്വരനായ ആ ഭഗവാൻ, ജഗത്തിൻ്റെ നായകൻ, അത് ലോകപിതാവ്. ഇവിടെ എന്താണ് ഉണ്ടായിട്ടുള്ളത്? സൃഷ്ടി. ഇതിലെല്ലാം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ നിറഞ്ഞിരുന്നും കൊണ്ട് എന്ത് ചെയ്യുന്നു? അവയെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ അവിടെ കാട്ടിക്കൂട്ടണം. ഞാനിപ്പോൾ ഇവിടെ എന്നെ ഭഗവാൻ ഇത് ചുഴറ്റിക്കൊണ്ടിരിക്കുക. ഈ കർമ്മങ്ങൾ എന്തൊക്കെ 73 തീരാൻ പോണ്. ഇത്രയും വർഷം കൊണ്ട് എന്നെ ഇങ്ങനെ ചുഴറ്റുക. അതുപോലെ ഓരോരുത്തരെയും, ഒരു വൃക്ഷമായാലും എന്താ പറയുക, മൃഗമായാലും പക്ഷിയായാലും നമ്മൾ ഓരോരുത്തരെയും എന്താ ചെയ്യുന്നേ? ഉള്ളത്തിൽ നിറഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ കൊണ്ട് ഇങ്ങനെ പ്രവർത്തിപ്പിക്കുക. ഒരു ദിവസം 24 മണിക്കൂർ നമ്മളെ പല രീതിയിൽ നമ്മളെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു. അത് തൽഫലമായി യന്ത്രസമാനമായാണ് ഭൂതജാലങ്ങളെല്ലാം ചുഴറ്റപ്പെടുന്നത്. യന്ത്രസമാനമാണ്. ഇത്ര പെട്ടെന്നാണെന്നറിയാമോ? നമുക്കറിയാതെ എന്താ? നമുക്ക് അതിൻ്റെ അജ്ഞാനം കൊണ്ട് നമ്മളതൊന്നും അറിയുന്നില്ല. പെട്ടെന്ന് ഇങ്ങനെ ഇപ്പം നേരെ അങ്ങോട്ട് വെളുത്തേയുള്ളൂ, പെട്ടെന്ന് എന്താ കുറേ ജോലികളൊക്കെ ഇതിനിടെ കൂടെ ചെയ്ത് പല കാര്യങ്ങൾ എന്തെല്ലാം രീതിയാണ്. ഓരോരുത്തർക്കും ഓരോ രീതികളാണ്, ഓരോ കർമ്മങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം രീതിയിലാണ് ഇങ്ങനെ ചുഴറ്റി ഇതിനകം വെച്ച് എത്ര എണ്ണം ജീവൻ, അതായത് ഈ ശരീരം വിട്ടുപോകുന്നു. എന്തെല്ലാം ഭൂകമ്പങ്ങൾ എവിടെല്ലാം വരുന്നു, പ്രകൃതിക്ഷോഭങ്ങൾ, എന്തൊക്കെ രീതിയിലാണ് നമ്മളെല്ലാം ഓരോരുത്തരും പല രീതിയിൽ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ അതിനൊക്കെ എന്താണ്? ഇതിനെല്ലാം കാരണം വരുന്നത് എൻ്റെ മായ. ഇതെല്ലാം ഭഗവാന്റെ തന്നെ പ്രകൃതി മായയാണ് ഇതിനെല്ലാം ഇടവരുത്തുന്നത്. അപ്പോൾ നിറഞ്ഞ് ശക്തി, ഈ എല്ലാ ജീവനിലും നിറഞ്ഞിരിക്കുന്ന പരമാത്മാവ് ഈ മായയുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് വരുന്നത്. ഇല്ലെങ്കിൽ അതിൽ ഇന്നൊരു ദുഃഖം വന്നാൽ ഈ മായ കൊണ്ട് നമ്മളത് മറക്കുന്നു. ആ ദുഃഖം നീണ്ടു പോകുന്നില്ല. അതാണ് മായ, മറവി. അപ്പോൾ ഈ മായ ഉള്ളതുകൊണ്ട് നമ്മൾ എത്ര വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയെന്നോ, നമുക്ക് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? മായ കൊണ്ട് നമ്മളെല്ലാം മറക്കുമല്ലേ. ഇപ്പോൾ 2 ദിവസം മുമ്പോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് നമ്മൾ വീണോ അല്ലെങ്കിൽ കൈ ഒടിഞ്ഞൊക്കെ അവിടെ രക്ഷപ്പെടുത്തി അത് ചികിത്സ ഉണ്ടോ, അതെല്ലാം രോഗം മാറുമ്പോൾ എന്താ? അങ്ങനെ സംഭവമേ വന്നിട്ടില്ല, മറന്നുപോയി, പെട്ടെന്ന് മറന്നുപോയി. ഇതിനകം വെച്ച ഇത്രയും വർഷത്തിനകത്ത് ഞാൻ എന്തൊക്കെയാ ഇത് കൂടെ വന്ന് അനുഭവിച്ചത് പോയത് ഒക്കെ. ഇതൊക്കെ എന്താ? നമ്മളൊന്നും അറിയുന്നില്ല. പെട്ടെന്നെല്ലാം കടന്നു പോണത്. എന്തുകൊണ്ടാ? മായ. ആരുടെ മായ? പരമാത്മാവിൻ്റെ തന്നെ പ്രകൃതി, ഭഗവാന്റെ ഭാര്യയാകുന്ന. അത് ഒന്ന് വിദ്യയും ഒന്ന് അവിദ്യയും. അപ്പം ഭാര്യമാർ 2 ഇല്ല, ഒന്നേ ഉള്ളൂ. പക്ഷേ 2ആയിട്ട്, പകുതി വിദ്യയായിട്ടും പകുതി അവിദ്യയായിട്ടും വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് ആളൊന്നേ ഉള്ളൂ. അതിന് മഹാമായെന്നോ പരാശക്തി എന്നൊക്കെ നമുക്ക് പറയാം. അതുകൊണ്ട് ഇങ്ങനെ ഭൂതജാലങ്ങളെല്ലാം യന്ത്രസമാനം. പെട്ടെന്ന് കമ്പ്യൂട്ടറാണ് നമ്മളെല്ലാവരും. നമ്മുടെ ഉള്ളത്തിൽ കമ്പ്യൂട്ടർ, അത് ഭഗവാനെ മുമ്പ് ഇത് കണ്ടുപിടിച്ചു. ഇപ്പം എല്ലായിടവും കമ്പ്യൂട്ടറായി. പക്ഷേ നമ്മുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാം ചെയ്തിട്ടാണോ ഇപ്പം അങ്ങോട്ട് കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കുന്നു, അത് പിന്നെ മലമൂത്രം വിസർജനമായിട്ട് പോകണം. ഇതൊക്കെ നമ്മളെല്ലാം ചെയ്തിട്ടാണോ? നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ പോരെ. വിശക്കുന്നു, ചിന്തിക്കുന്നു, അതെന്തെങ്കിലും പ്രവർത്തിക്കുന്നു, അത് കഴിക്കുന്നു, ഉടനെ അത് ദഹനം വരുന്നു, അത് ശരീരത്തിൽ എല്ലാ നാഡീ ഞരമ്പുകളിൽ അതെല്ലാം എത്തുന്നു. ഇങ്ങനെ എല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഇതിനകത്ത് ആരാ പ്രവർത്തിക്കുന്നത്? നമ്മളെല്ലാം ചെയ്യുന്നു, അറിയുന്നു. ഇതൊക്കെ യന്ത്രസമാനമല്ലേ. അപ്പോൾ ഇത് ഇപ്പം മലം പോകണം നമുക്ക് തോന്നുന്നു, നമ്മളെന്താ അടപ്പെട്ട് മുറുക്കി വെച്ചേക്കാണോ അവിടെ? അയ്യോ അത് ഒഴുകി പൊക്കളെന്ന് പറഞ്ഞ് വല്ല നിയന്ത്രണം ഉണ്ടോ? നമ്മൾ നിയന്ത്രിച്ച് വെച്ചിട്ടുണ്ടോ? ഇത് കമ്പ്യൂട്ടറല്ല. മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ കമ്പ്യൂട്ടർ അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞു. മൂത്രം ഒഴിക്കണം തോന്നുമ്പം തന്നെ അവിടെ മനസ്സ് ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ പ്രവർത്തിക്കുന്നു. അവിടെ നമ്മളൊന്നും അടച്ചു പൂട്ടിയൊന്നും വെച്ചിട്ടില്ല. ഒരു കുപ്പിയിലാണെങ്കിൽ നമ്മൾ അടപ്പെട്ട് മുറുക്കി വെക്കും. അയ്യോ ഇത് വെള്ളം കുപ്പിയിൽ നിന്ന് കളഞ്ഞു പോകും, മുറുക്കി വെക്കണം. നമ്മൾ എവിടെ അടപ്പെട്ട് വെച്ചു? മൂത്രം ഒഴുകിപ്പോകാതെ. പിന്നെ അസുഖം കൊണ്ട് പോകുന്നതോ അത് വേറെ. അല്ലാതെ ഈ ജീവജാലങ്ങൾക്ക് മൊത്തം ഒരാൾക്കോ 2 പേർക്കോ അല്ല. ഈ പ്രകൃതിയിലുണ്ടായ സർവ്വ ജീവജാലങ്ങൾക്കും ഭഗവാൻ കമ്പ്യൂട്ടറായിട്ട് വെച്ചേക്കുകയില്ല. എന്തെങ്കിലും ഒന്ന് ആലോചിച്ചെന്ന് നമ്മൾ നോക്കുന്നുണ്ടോ? നമുക്ക് ആരാനും സാധ്യമാണോ ഇതിങ്ങനെ കൊണ്ടുപോകാൻ? ഈശ്വരനല്ലാതെ ആർക്ക് സാധിക്കും? അതുകൊണ്ട് ഇതെല്ലാം യന്ത്രസമാനമാണ്. ഇതിനെല്ലാം ഇടവരുത്തുന്ന ആരാ? പ്രകൃതി, എൻ്റെ മായ. ഈ പ്രകൃതിയിലെ മായ കാരണം ഇതൊക്കെ നമ്മളിങ്ങനെ നടക്കുന്നു. പക്ഷെ അത് വാസന, ത്രിഗുണങ്ങൾ മായയ്ക്കേ ഉള്ളൂ, ഈ പ്രപഞ്ചത്തിനെ പ്രകൃതിക്കേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇതെല്ലാം ചെയ്യുന്നു. വാസന കൊണ്ട് വീണ്ടും ശരീരം വെടിയുന്നു, വീണ്ടും വാസന കൊണ്ട് വീണ്ടും ജനിച്ചു വരുന്നു. ഇതെല്ലാം എന്താ? ആരുടെ ശക്തിയിലാണ്?
അപ്പോൾ ആ പരമാത്മാവിൻ്റെ ശക്തിയും ചൈതന്യവും ആയിട്ടിരിക്കുന്ന മാതാവും ലോകപിതാവും അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതുകൊണ്ടാണ് അതിനിട വരുത്തുന്നത് എൻ്റെ മായയാണ്. അതുകൊണ്ട് നീ ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമേ ഇല്ല. നീ അത് വാസന ത്രിഗുണങ്ങളാകുന്ന വാസനകൾ കൊണ്ടാണ് നമ്മൾ ജനിച്ചു വരുന്നത്, മനസ്സിലാക്കണം. നമ്മൾക്ക് ജനനമില്ലാതിരിക്കണം, വാസന ഇല്ലാതിരിക്കണം, എല്ലാത്തിനും മുക്തനായി പോകണം. ഇത് മുക്തനല്ലാഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. എന്താ കാരണം? മായയിൽപ്പെട്ട് നമ്മൾ കർമ്മങ്ങൾ ആഗ്രഹിച്ചു പോയി, ഇത് ചെയ്തത് പോരാന്ന് ആഗ്രഹിച്ചു പോയി. ശരീരം വയസ്സായപ്പം ശരീരം വെടിഞ്ഞു, അടുത്ത ശരീരം എടുത്തപ്പോൾ വീണ്ടും ആ ഗുണം കൊണ്ട് വന്നാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ? അതാണ് നമ്മുടെ സ്വഭാവം, വാസന. അത് ഭഗവാൻ ഇത് പറഞ്ഞു, നീ അവസരം എന്നോണം ചെയ്തേ പറ്റൂ. കാരണം നമ്മൾ തലയിൽ എഴുതിപ്പോയതാ, വിധിയാ. എന്നിട്ട് നമുക്കിനി 62ാമത്തെ ശ്ലോകം വായിക്കാം. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽ പ്രസാദാൽ പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. അർജുന, രക്ഷാസ്ഥാനമായി മനസാ വാച കർമ്മണ നീ ഭഗവാനെ തന്നെ ആശ്രയിക്കുക. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കണം, നമുക്ക് വേണ്ടിയല്ലേ ഇത് പറഞ്ഞു തരുന്നത്, ഇത് അർജുനന് വേണ്ടിയല്ലല്ലോ. നമ്മളും അന്നന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താ വെച്ചാൽ നമുക്ക് ചെയ്തേ പറ്റൂ. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മുടെ വാസനയാണ്. ഇവിടെ ഭഗവാൻ പറയുന്നത്, നിന്റെ രക്ഷാസ്ഥാനമായി മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്ത് ചെയ്യണം? ഭഗവാനെ തന്നെ ആശ്രയിക്കണം. നമ്മൾ ഇന്ന് അറിവില്ലാത്തവർ അറിയുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആശ്രയം നമ്മൾ എന്ത് കരുതും? എന്നെ ഇവിടെ പ്രകൃതിയിൽ ഈ ലോകത്തിൽ നമ്മളെ ജനിപ്പിച്ച നമുക്ക് അമ്മയും അച്ഛനൊക്കെ ഉണ്ടല്ലോ, എൻ്റെ രക്ഷ എൻ്റെ അമ്മയും അച്ഛനോ, എൻ്റെ അമ്മയും അച്ഛനോ എന്നെ രക്ഷിക്കുന്നത്. പക്ഷേ അത് അറിവില്ലായ്മ കൊണ്ടാണ്. അവരിൽ കൂടി ഈശ്വരനാണ് ചെയ്തതിനുള്ള അറിവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഈശ്വരൻ്റെ നിശ്ചയപ്രകാരം നമുക്ക് നടക്കും. അറിവില്ലായ്മ കൊണ്ട് ഞാൻ ഇപ്പോൾ എൻ്റെ മക്കൾ വിചാരിക്കുക എൻ്റെ അമ്മയും അച്ഛനും എന്നെ ഇത്ര വളർത്തിയെത്തി. പക്ഷേ അതെന്തുകൊണ്ടാണ്? അവർ ഗുണം കൊണ്ട് വന്ന് ചെയ്യുന്നു. ആര് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഈ പ്രകൃതിയാണ്, മഹാമായയാണ്. നമ്മൾ കർമ്മങ്ങൾ ചെയ്ത വാസന ഉണ്ട്. പക്ഷേ ഇതിനെല്ലാം ശക്തിയും ചൈതന്യവും തന്ന് നമ്മളെ കൊണ്ട് നടത്തിക്കുന്ന എല്ലാം പരമാത്മാവാണ്. പരമാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് പ്രകൃതി ഇതൊക്കെ ചെയ്യുന്നത്, മായ ചെയ്യുന്നത്. അപ്പോൾ പരമാത്മാവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ അമ്മയ്ക്ക് മഹാമായിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സാന്നിധ്യം എപ്പോഴും നിറഞ്ഞിരിക്കുന്ന നമ്മൾ തന്നെ പരമാത്മാവ് ഉണ്ട്, പിതാവുണ്ട്. അതുകൊണ്ട് എന്നെ തന്നെ അതാ ഭഗവാൻ തന്നെ ആശ്രയം, രക്ഷാസ്ഥാനമായി. ഇപ്പം നമ്മൾ ആരെ കാണണം? സ്വന്തം അമ്മയും അച്ഛനൊന്നും നമുക്ക് രക്ഷയാവത്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് വളരെ അത് ബോധ്യമാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കും നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് രക്ഷ. അച്ഛനും അമ്മയും വിചാരിക്കും മക്കൾ വളർന്നാൽ നമുക്ക് മക്കൾ രക്ഷിക്കുമെന്ന്. ഒരിക്കലും നടക്കുന്ന കാര്യമേ ഇല്ല. ഈശ്വരൻ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. നമ്മളെല്ലാം ഈശ്വരനെ സമർപ്പിക്കുക. എന്തും ഭഗവാനെ കൊണ്ടേ നടക്കൂ. എൻ്റെ രക്ഷ പരമാത്മാവാണ്, ജഗദീശ്വരനാണ് എന്ന് ഉറപ്പിച്ച് നമ്മൾ ജീവിച്ചാൽ ആ പരമാത്മാവ് ചിലപ്പോൾ മക്കളിൽ കൂടിയോ അന്യരിൽ കൂടിയോ അതല്ലെങ്കിൽ പിതാവിൽ കൂടിയോ അമ്മയിൽ കൂടിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യിക്കുന്നത് ആരാണ്? ആ പരമാത്മാവാണെന്ന് നമ്മൾ അറിഞ്ഞാൽ കൊള്ളാം. അല്ലാതെ ഞാനോ എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും ഉണ്ട്, അഹങ്കാരം ഒരിക്കലും പാടില്ല. അതുപോലെ അച്ഛനും അമ്മയും വിചാരിക്കണം എൻ്റെ മക്കളിനെ നോക്കിക്കൊള്ളും, എനിക്കോ എൻ്റെ മക്കൾക്ക് ഞാനെല്ലാം ചെയ്തില്ലയോ കൊടുത്തില്ലയോ അവരെന്നെ നോക്കിക്കൊള്ളും. ഒരിക്കലും നടക്കത്തില്ല, ചിന്തിക്കാനേ പാടില്ല. പരബ്രഹ്മമൂർത്തി അല്ലാതെ ആശ്രയം ആരുമില്ലാതെ ചിന്തിച്ചോണം. അത് അറിവില്ലാത്തതുകൊണ്ട് അറിയുന്നവർ നമ്മൾ ഇങ്ങനെ പഠിച്ചു പോയി. എൻ്റെ മക്കളെ വളർത്തിയാൽ എൻ്റെ മക്കളെ നോക്കണം, ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. ഇന്ന് അച്ഛനും അമ്മയും ഇരിക്കുമ്പോൾ എത്ര മക്കൾ വെള്ളപ്പൊക്കത്തിൽ പോകുന്നു, പ്രകൃതിക്ഷോഭത്തിൽ, ഭൂകമ്പത്തിൽ, അതായത് ഉരുൾപൊട്ടലിൽ, അല്ലാതെ യാത്ര ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് വന്ന് ഇങ്ങനെ എത്ര നമ്മൾ എന്തെല്ലാം കണ്ടും കേട്ടും ഇതിനകമ്മ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇതെല്ലാവർക്കും സംഭവിക്കുമെന്ന് നമ്മൾ ഭാഗവതം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചല്ലോ. ഇത് നമുക്ക് വരത്തില്ല എന്ന് ചിന്തിക്കരുത്, ഇത് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ആശ്രയം ആക്കി കൊടുക്കണം. ലോകപിതാവ് രക്ഷകൻ, എല്ലാവരുടെയും രക്ഷകൻ ലോകപിതാവ്. അമ്മയ്ക്കായാലും അച്ഛനായാലും മക്കൾക്കായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങൾക്കായാലും ആർക്കായാലും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെ രക്ഷിക്കാൻ ഒരേ ഒരുത്തനേ ഉള്ളൂ, അത് ലോകപിതാവാണ്, ആ പരമാത്മാവാണ്. അതുകൊണ്ട് അർജുന, രക്ഷാസ്ഥാനമായി മനസാ വാച കർമ്മണ നീ ഭഗവാനെ തന്നെ ആശ്രയിക്കുക. ഭഗവാൻ ഗുരു കൃഷ്ണൻ, ശ്രീകൃഷ്ണ ഭഗവാൻ പരമാത്മാവായി ഗുരുവായി വന്ന് പറഞ്ഞു. ആ ഗുരുവാണ് ആരാ? ആ പരബ്രഹ്മമൂർത്തി തന്നെയാണ് കൃഷ്ണനായി വന്ന് നമുക്കത് ഉപദേശം തരുന്നത്. ഉപദേശം തരുന്ന ആൾ ആരാ? ഗുരുവാണ്. ഗുരു പരബ്രഹ്മമാണ്, സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ഗുരു. അതുകൊണ്ട് നീ നമ്മുടെ
അർജുനന് കൊടുക്കുന്ന ഉപദേശം അല്ലത്, നമുക്ക് തരുന്ന ഉപദേശമാണ്. ഇന്ന് അർജുനൻ ഇവിടെ ഇല്ല, നമ്മളാണുള്ളത്. അപ്പം നമ്മൾ ചിന്തിക്കണം, ഇവിടെ എത്രമാത്രം ഇനി അച്ഛനും അമ്മയും വാരിക്കെട്ടി നിധി തന്നാലും അത് ഈശ്വരൻ വിചാരിക്കാതെ ഒരു ഇല പോലും അനങ്ങാൻ പറ്റത്തില്ല. അവരിൽ കൂടി തരുന്നെങ്കിൽ അത് ദൈവം തരുന്നു, പരമാത്മാവാണ് തരുന്നത്, നമ്മൾ ചിന്തിച്ചോണം. അപ്പോൾ ഇവിടെ കൊടുക്കണം ഒന്നാം സ്ഥാനം ഭഗവാനെ പരമേശ്വര, അങ്ങാണ് എൻ്റെ പിതാവിൽ കൂടി, എൻ്റെ മാതാവിൽ കൂടി, അല്ലെങ്കിൽ എൻ്റെ സഹോദരനിൽ കൂടി, അല്ലെങ്കിൽ അന്യരിൽ കൂടി എനിക്ക് തന്നേക്കുന്നത്. അപ്പം ആക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കണം പരമേശ്വരന്, പരമാത്മാവിന് അർപ്പിച്ചോണം. എന്നാലേ നാളെയും അടുത്ത നിമിഷവും ഇങ്ങനെ ആരിൽ കൂടിയും നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ ഇത് എൻ്റെ ചുണയാ, അല്ലെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും നോക്കുന്നത് എൻ്റെ ചുണയാ, അല്ലെങ്കിൽ മക്കൾ വിചാരിക്കുക എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് തരുന്നത് എൻ്റെ അമ്മയുടെ അച്ഛനും മിടുക്കുണ്ടാവും. ഒരിക്കലും മിടുക്കുണ്ടാവില്ല. ഈശ്വരൻ വിചാരിക്കാതെ ഒരു മിടുക്കും ഉണ്ടാവില്ല. ഭഗവാൻ തന്നെ ആശ്രയം. ഇത് നമ്മൾ പഠിക്കണം. ഇന്ന് എല്ലാവർക്കും അങ്ങനല്ല, ഞാനെന്ന ഭാവം കിടക്കുന്നത്. എനിക്ക് കഴിവുണ്ട്, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ എൻ്റെ കഴിവാണ്. ഒരിക്കലും നടക്കാത്ത കാര്യം. ഒരു മുള്ളു കൊള്ളാനില്ല, ഉണ്ടെന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമേ ഇല്ല. ഉള്ളവനില്ലാത്തവനെ പോലെ നടക്കണം. ഇല്ലായ്മ അല്ലത്, മനസ്സ് ഇല്ലാത്ത കാരണം മനസ്സിലെല്ലാം നമുക്കെല്ലാം ഉണ്ടെന്നിരിക്കട്ടെ, നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ഈശ്വരൻ്റേതാണ്. നമുക്കൊന്നും തന്നെ ഇല്ല, നമ്മൾ ആരുമല്ല, ഒന്നുമല്ല, നമുക്കൊന്നും തന്നെ ഇല്ല. എല്ലാം അർപ്പിച്ച് ഭഗവാന് സമർപ്പിക്കുക. അതുകൊണ്ട് ആ ഒരു രക്ഷാസ്ഥാനം നമുക്ക് ആർക്ക് കൊടുക്കണം? ഭഗവാൻ പരമേശ്വരന് കൊടുക്കണം. നിന്റെ ആരാധന കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹം സർവ അനർത്ഥങ്ങളെയും നശിപ്പിക്കുകയും നിന്നെ ശാശ്വതമായ പരമപദത്തിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നിന്റെ ആരാധന നമ്മളെപ്പോഴും എന്താരാധിക്കണം? ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ വയറുറച്ച ആഹാരം എൻ്റെ മക്കൾ തന്ന മക്കളെ, എൻ്റെ മക്കളെ നീ എനിക്കിത് തന്നെന്ന് പറയും മക്കളെ പ്രീതിപ്പെടുത്തുക അല്ല വേണ്ടത്, ഭഗവാനെ പ്രീതിപ്പെടുത്തണം. എന്നാലേ എൻ്റെ മക്കളിൽ കൂടെ ആയാലും ആരെക്കുള്ളിലും നമുക്ക് കിട്ടൂ. ഈശ്വരൻ വിചാരിച്ചില്ലെങ്കിൽ, ഈശ്വരൻ നന്ദി കൊടുക്കാതെ ആരാധിക്കാതെ ഇരുന്നാൽ നമുക്ക് എങ്ങനെ കിട്ടും? മക്കൾക്കുണ്ടെങ്കിലല്ലേ നമുക്ക് കിട്ടൂ. എവിടുന്ന് കിട്ടും? ഭഗവാൻ കൊടുക്കണം. ഭഗവാൻ കൊടുക്കണം, മക്കൾക്ക് മനസ്സ് തോന്നിക്കണം. ഭഗവാൻ കൊടുത്തിട്ട് മക്കൾക്ക് മനസ്സും ദൈവം കൊടുപ്പിക്കണം. നീ നിന്റെ രക്ഷാകർത്തൃ കൊടുക്കുന്ന മനസ്സിൽ കൂടെ തോന്നിപ്പിക്കണം. ആര് ചെയ്യണം? പ്രവർത്തിക്കണം, ഭഗവാൻ പ്രവർത്തിക്കണം. അതുകൊണ്ട് നിന്റെ ആരാധന, എന്താ ആരാധന ആർക്ക് കൊടുക്കണം? ആരെ സ്തുതിക്കണം? ഇന്ന് എല്ലാവർക്കും എല്ലാം വേണം, അത് വേണം, ഇത് വേണം, എല്ലാം വേണം. പൊത്തേ പിടിക്കണം, പക്ഷേ കൈ നനയാനോ വെള്ളത്തിൽ ഇറങ്ങാനോ പിടിക്കാനോ വയ്യ. എവിടുന്നെങ്കിലും ആരും തന്നാൽ അത് സുഖം. അങ്ങനെയാണോ വേണ്ടത്? നമ്മൾ അധ്വാനിക്കണം. എന്തധ്വാനം? ആരാധിക്കണം, ഭഗവാനെ സ്തുതിക്കണം, നന്ദി അർപ്പിക്കണം. നേരം വെളുത്ത് എഴുന്നേറ്റ് പ്രകൃതിയാണ് ഈശ്വരൻ. ഈ പ്രകൃതി മൊത്തവും എല്ലാം ഉണ്ടായതിലും പരമാത്മാ ചൈതന്യത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ സർവത്തിലുമാണ് ഭഗവാൻ പരമാത്മാവ്. പ്രകൃതിയിലോട്ട് നോക്കണം. ഭൂമിദേവി അമ്മ മഹാമായ ആ ശക്തി സ്വരൂപിണി അമ്മേ ക്ഷമിക്കണമേ, ചവിട്ടിപ്പോകുന്നു, എല്ലാം ചെയ്തു പോകുന്നു, ക്ഷമിക്കണമേ. അമ്മയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടാണ് നമ്മൾ എണീറ്റ് നടക്കുന്നത്. നമ്മൾ തുപ്പുന്നു, തൂറുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ അമ്മ സഹിക്കുന്നു. തൊട്ട് വണങ്ങുക, ആദ്യഭാവം നോക്കി തൊഴുക. ഈ പ്രകാശം അവിടെ നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടക്കണ്ണ നമുക്ക് വല്ല വെട്ടമുണ്ടോ വെളിച്ചമുണ്ടോ? ആ സൂര്യഭഗവാനെ നമുക്ക് തൊഴുതിട്ട് സ്തുതിക്കുക. അതാണ് സർവ്വസാക്ഷിയായി നമുക്ക് കാണുന്നത്. നമുക്ക് വെട്ടവും വെളിച്ചവും എല്ലാം തന്നിട്ട് നമ്മുടെ ജീവിതത്തിന് നമുക്ക് ചൂടും എല്ലാം തരുന്നു. ഇവിടെ എല്ലാം ആഹാര സാധനങ്ങളും വിളയിപ്പിക്കുന്നതെല്ലാം ആ അഗ്നി ഇല്ലെങ്കിൽ, ആ ചൂടില്ലെങ്കിൽ എങ്ങനെയാ? അപ്പോൾ ആ ഭഗവാൻ നന്ദി കൊടുക്കണ്ടേ? ഇങ്ങനെ സർവ്വത്തിലും ഇരിക്കുന്ന എല്ലാ പ്രകൃതിയിലോട്ട് നോക്കി സർവ്വതും പരബ്രഹ്മമായി കണ്ട് എല്ലാത്തിനും ആ ചൈതന്യമാണെന്ന് അറിയുമ്പോൾ ശിവശക്തിയായിട്ട് നമുക്ക് കണ്ടുകൂടെ? പ്രകൃതിയും പുരുഷനും നാം ഓരോരുത്തരും അത് തന്നെയാണ് എന്നിലിരിക്കുന്ന ഞാനായവനും. അപ്പോൾ നമ്മൾ എവിടെ ആരാധിക്കണം? നമ്മുടെ ഉള്ളത്തിലേക്ക് ആരാധിക്കണം. പ്രകൃതിയിലോട്ട് നോക്കുമ്പോൾ സർവ്വതും ഞാനായവനാണ്, അത് എന്നിലുമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ ആരാധിക്കുക ആ പരമാത്മാവിനെ, ആ അതായത് രൂപമില്ലാത്ത അരൂപിയായിരിക്കുന്ന അനന്ത ശക്തിമാനായിരിക്കുന്ന ചൈതന്യവാനായിരിക്കുന്ന ആ സ്നേഹസ്വരൂപനെ, ആ നിഷ്കള പരബ്രഹ്മത്തെ നമ്മൾ എപ്പോഴും ആരാധിച്ച് നന്ദി അർപ്പിക്കണം, സ്തുതിക്കണം. ഇതൊക്കെയും അവിടുന്ന് തന്നതാണ്. അന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ആരാധന കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹം, അപ്പോൾ മനസ്സിലാക്കണം, ആരാധിക്കാതെ എങ്ങനെ അനുഗ്രഹം ഉണ്ടാകും? ഇന്ന് ആർക്കും ആരാധിക്കാൻ വയ്യ, നന്ദി അർപ്പിക്കാൻ വയ്യ. എല്ലാത്തിലും ഈശ്വരനെ എല്ലാത്തിലും ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ ഇതെല്ലാം പരമാത്മാവാണെന്ന് ചിന്തിക്കാൻ വയ്യ. അത് ഞാനായവൻ തന്നെയാണ് അതിലും ഇതിലും. അപ്പോൾ അത് ഞാനായി തന്നെ എല്ലാത്തിനും കാണണം. എല്ലാവരുടെയും ദുഃഖം നമ്മുടെ ദുഃഖമാണ്, എല്ലാവരുടെയും സുഖം നമ്മുടെ സുഖമാണ്. അപ്പോൾ എല്ലാം നാം തന്നെയാണെന്ന് തിരിച്ചറിയണമെങ്കിൽ സർവത്തിനെയും അങ്ങനെ നമ്മൾ ഈശ്വരനായി കാണണ്ടേ? അതല്ലേ എല്ലാം, നാം എല്ലാം അതിനുള്ളതല്ലേ, പ്രകൃതിയിലുള്ളതല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? ഭഗവാൻ നിന്റെ ആരാധന കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹം സർവ അനർത്ഥങ്ങളെയും നശിപ്പിക്കുകയും നിന്നെ ശാശ്വതമായ പരമപദത്തിൽ എത്തിക്കുകയും ചെയ്യുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എന്താ? ആരാധന കൊണ്ട് മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടത്തുള്ളൂ.
ആ അനുഗ്രഹമില്ലാതെ, അതായത് ഒരു ഗുരു പരബ്രഹ്മമാണ്. അപ്പം ഭഗവാൻ കൃഷ്ണൻ്റെ ഈ ഉപദേശം സാക്ഷാൽ പരമാത്മാവെന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാതെ ഇത് ദേവകിയമ്മയുടെ ഒരു വ്യക്തിയായ ഒരു മനുഷ്യനല്ല, ഇത് പരബ്രഹ്മമാണ് ഈ ഉപദേശം തന്നേക്കുന്നത്. അത് പരമാത്മാവാണെന്ന് കണ്ടുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുക. ശ്രീകൃഷ്ണ പരമാത്മാവാണ് എന്ന് ഭഗവാനെ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ ആ പരമപിതാവിനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ആരാധന അവിടേക്കാണ്, പിതാവാണത്. അപ്പോൾ കൃഷ്ണ അല്ലെങ്കിൽ പരമശിവനെ എന്നെല്ലാം നമ്മൾ നാമങ്ങൾ പലതാണെങ്കിലും ആള് ഏകനായ, അത് അദ്വൈതമായ ഏകാത്മാവാകുന്ന പരമേശ്വരനാണെന്ന് ഉൾക്കൊണ്ട് വേണം നമ്മൾ ആരാധിക്കാൻ. അപ്പോൾ പിന്നെ അതിൽ താഴെ ഉള്ള ഒന്നിനെയും ഒരു ദേവനെ പോലും നമുക്ക് ആരാധിക്കണമെന്നില്ല. അവിടെ 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 ഒന്നും പോയി ഒന്നും ചെയ്യേണ്ട, അവനവൽ തന്നെ ഇരിക്കുന്ന പരമാത്മാവാണ്, അത് സർവത്തിലുമാണ്. അപ്പോൾ നമ്മൾ ആ ലോക പിതാവിനെ തന്നെ ആരാധിക്കേണ്ടത്. ആ കൃഷ്ണൻ ആരാണ്? ആ പരമേശ്വരനാണ്. അത് ഗുരുവായി ഇവിടെ നമുക്ക് ഉപദേശം തരാൻ വന്നതാണ്. അതുകൊണ്ട് എല്ലാ അനർത്ഥങ്ങളെയും നശിപ്പിക്കുമെന്ന ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ആരാധന കൊണ്ട് അനുഗ്രഹം ഉണ്ടാകും. അനുഗ്രഹം കൊണ്ട് എന്ത് വരുന്നു? സർവ്വദോഷങ്ങളും നശിക്കും, ഒരനർത്ഥം ഉണ്ടാവില്ല. അങ്ങനെ നശിപ്പിക്കുകയും നിന്നെ ശാശ്വതമായ, ഒട്ടും നശിക്കാത്ത, ഒരിക്കലും നാശമില്ലാത്ത, അതാ ശാശ്വതമായ പരമപദത്തിൽ നമ്മൾ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ആ പരമപദം നമുക്ക് എങ്ങനെ ഉണ്ടാകും? ഭഗവാനെ സ്തുതിക്കണം, ആരാധിക്കണം, അവിടുത്തെ അനുഗ്രഹം വാങ്ങിക്കണം. എന്നിട്ട് ഇതൊക്കെ പഠിച്ച് ഈ പ്രവൃത്തി കൂടെ കൊണ്ടുവരണം. സൽക്കർമ്മങ്ങളെ ചെയ്യാവൂ, ദുഷ്കർമ്മങ്ങൾ ഇതൊക്കെ ഈ പഠിച്ചതൊക്കെ തന്നെയാണ്. ഇത് എന്താ പറയുന്നത്? ഇതൊക്കെ തന്നെയാണ്. ഇത് തന്നെ മറന്നു പോകണമെങ്കിൽ ദിവസേന എടുത്തങ്ങോട്ട് നോക്കി വായിച്ച് ഇങ്ങനെ ആകണം, ഇങ്ങനെ ആകണം. അത് ഇന്ന് മായ കൊണ്ടങ്ങ് മറന്നു പോകും. ഇന്ന് വരുന്ന മക്കളെല്ലാം എന്താ സംഭവം? ഇത് ഇന്ന് വായിച്ച് കേൾക്കും. ഇത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം എന്താ? ഈ ലോക വിഷയം, അല്ലെങ്കിൽ സിനിമ കാണക്കം, അല്ലെങ്കിൽ മറ്റ് ജീവിത ജോലികൾ, ഇതിലോട്ട് പോകുമ്പോൾ ഇതങ്ങ് മറക്കും. അയ്യോ, ഞാൻ ഇന്നലെ വായിച്ചൊന്നും എൻ്റെ ഉള്ളിലേ ഇല്ല, എല്ലാം മറന്നുപോയിട്ട് ഈ ലോകത്തിലേക്ക് വീണ്ടും കടപ്പെട്ടങ്ങ് ജീവിക്കും. അപ്പോഴൊക്കെ നല്ല കാര്യങ്ങളൊക്കെ മറന്നു പോകും. മായ അങ്ങനെയാണ്, മറപ്പിക്കും. അതുകൊണ്ട് ഹൃദയത്തിൽ അയവെട്ടണം. ഇന്ന് എന്താ പറഞ്ഞു തരുന്നത്? അയവെട്ടി നമ്മൾ സാക്ഷാത്കരിക്കണം. എന്താ? പ്രവൃത്തി അങ്ങനെ ആയി തീരണം. അയവെട്ടിയോ ഇന്നതേ ചെയ്യാവൂന്ന് ഇതിൽ വേദോതി പറയുന്നുണ്ടല്ലോ. എനിക്ക് നല്ല മാർഗത്തിൽ തന്നെ നടക്കണം, എനിക്ക് സജ്ജന സമ്പർക്കവും സൽക്കർമ്മങ്ങളും ചെയ്ത് തന്നെ ജീവിക്കണം എന്ന് അയവെട്ടിക്കൊണ്ടിരുന്നാൽ നമ്മൾ ദുഷ്കർമ്മത്തിന് പോകുമോ? അപ്പം നല്ല കർമ്മത്തിൽ സാക്ഷാത്കരിച്ചൂടെ? എല്ലാം നല്ലതായി വന്നൂടെ? അപ്പം ഈശ്വരൻ ഇഷ്ടപ്പെടുന്ന ഒരു പൈതലായി തീർന്നൂടെ? അപ്പം ഭഗവാൻ സന്തോഷിക്കത്തില്ലേ? എൻ്റെ പുത്രി ഇപ്പം എന്നെ പോലെ ആയി. ഭഗവാൻ ചിന്തിക്കുക, ആ കുട്ടി ഇപ്പം അനുസരണയുണ്ട്, ഇപ്പം എന്നെ തന്നെയാണ് ആശ്രയം, അത് പിതാവായ ദൈവത്തെ തന്നെ ആശ്രയിക്കുന്നു, എന്നെ രക്ഷകനായി കണ്ടു, കർമ്മങ്ങളെല്ലാം എന്നെ സമർപ്പിക്കുന്നു, ഞാനെന്ന ഭാവമില്ല, അഹങ്കാരമില്ല, എല്ലാം എല്ലാം ആനന്ദപ്രദമായി ചെയ്യുന്നുണ്ട്. സാക്ഷാത്കാരം വന്നില്ലേ? സർവത്തിനെയും കാണാൻ ഒന്നായി കണ്ടൂടെ? ലോകത്തിലിരിക്കുന്ന പരമാത്മാവാണെന്ന് ഏകനെങ്കിൽ സർവത്തിനെ ഏകമായി നമുക്ക് കണ്ടൂടെ? അപ്പം അങ്ങനെ ആയി തീരുമ്പോൾ എന്തുവരും? ഭഗവാന്റെ അനുഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരനർത്ഥം ഉണ്ടാവില്ല, സർവ്വ അനർത്ഥങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഒടുക്കം ശാശ്വതമായ, പിന്നെ നമുക്ക് ആ പരമപദത്തിൽ എത്തിച്ചേരുകയും ചെയ്യാം. പിന്നെ നമുക്ക് നാശമില്ല, ഒരിക്കലും നാശമില്ല, പിന്നെ ജനിച്ചു വരേണ്ടിയില്ല. വേണമെങ്കിൽ ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിൽ നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ജനിച്ച് വരണമെങ്കിൽ വരാം. എങ്ങനെയാ? നല്ല സൽക്കർമ്മങ്ങൾ, ഇതുപോലെ ഉപദേശങ്ങൾ കൊടുക്കാനുള്ള നല്ലൊരു മഹാത്മാവായി ജനിക്കണമെന്ന് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ വരണ്ടെന്ന് ഈശ്വരൻ നിർബന്ധിച്ചെങ്കിൽ ഞാൻ നിനക്ക് ഒന്നുകൂടെ പോയിട്ട് വാ മക്കളെ, നീ എനിക്ക് പകരം കൊള്ളാം, നീ വല്ലതൊക്കെ ആക്കല് പറഞ്ഞു കൊടുക്കണം. എത്രയോ ജീവജാലങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നു. അതായത് ജീവജാലങ്ങൾ വെച്ചാൽ ജന്തുക്കളും, എല്ലാ സസ്യങ്ങളായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും മനുഷ്യരും എല്ലാം ദുഃഖിക്കുമ്പോൾ നല്ലൊരു മഹാത്മാവുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ഇത് ഉപദേശം കൊടുക്കുമ്പോൾ അവരും കുറേ ജന്തുക്കളെയും ഇതുപോലെ എല്ലാം നാം ആണെന്ന് കണ്ട് എല്ലാവർക്കും ഉപകാരം ചെയ്യും. ജന്തുക്കൾക്കും സ്നേഹിക്കും, പക്ഷികളെയും സ്നേഹിക്കും, മൃഗങ്ങളും ജന്തുക്കൾ സ്നേഹിക്കും, മനുഷ്യനെയും സ്നേഹിക്കും. എന്ന് വെച്ചാൽ സർവ്വ പ്രകൃതിയെയും ഈ പ്രപഞ്ചം മൊത്തവും നന്മ വരണ പ്രാർത്ഥിക്കും. ലോകാ സമസ്ത സുഖനോ ഭവന്തെന്ന് പ്രാർത്ഥിച്ച് അതിന് വേണ്ടുന്ന പ്രവർത്തികൾ ചെയ്യാൻ ഒരു സജ്ജനത്തിനെ കഴിയുള്ളൂ. നന്മ വിതച്ചാൽ നന്മ കൊയ്യും. അപ്പോൾ അതിനുവേണ്ടി ഒരു നന്മ വിതയ്ക്കുന്ന ഒരാളിനെ ഇവിടെ വരുത്തണമെങ്കിൽ ഭഗവാൻ ചിലപ്പോൾ ചിന്തിക്കും, നീ നശിക്കാത്ത ശാശ്വതമായ പദത്തിലെത്തി, എങ്കിലും നീ ഒന്നും കൂടെ പോയിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷമായിട്ട് വരണം. പ്രവൃത്തി നല്ലതാണെങ്കിൽ വന്നാലെന്താ? സന്തോഷമായിട്ട് വീണ്ടും ജനിച്ചു വരണം. എന്തിനാ? എത്രയോ മക്കൾക്ക് വേണ്ടിയാ, എത്രയോ ജീവജാലങ്ങൾക്ക് വേണ്ടിയാ, എത്രയോ സസ്യങ്ങൾക്ക് വേണ്ടിയാ. ഒരു വൃക്ഷം മുറിക്കുമ്പോൾ ഭഗവാനെ ഇതിനെ മുറിച്ചോട്ടോ, എനിക്ക് വീട് വെക്കാൻ്റെ തടിക്ക് ഒരു 10 നട്ട് പിടിപ്പിക്കണം സസ്യങ്ങളെ. ഇതൊക്കെ എന്താ? ഇതിനെല്ലാം പോറ്റി വളർത്തണം. അവർക്ക് കൊണ്ട് ജീവനെ, ഒരു പക്ഷിക്ക് കൊണ്ട് ജീവൻ,
ഒരു മനുഷ്യനെ പോലെ തന്നെ എല്ലാവരും എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ നമുക്ക് ആരും പറഞ്ഞു തരണമെങ്കിൽ അത് നല്ലൊരു മഹാത്മാവായിട്ട് ഇവിടെ ജനിക്കണമെങ്കിൽ ജനിച്ചുകൂടെ ആർക്കെങ്കിലും. അതുകൊണ്ട് ശാശ്വത പദവിയിലെത്താം. നമുക്ക് വേണമെങ്കിൽ ജനിച്ച് വരണമെങ്കിൽ വരാം, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് 63ാമത്തെ ശ്ലോകം വായിക്കാം. ഇതിതേ ജ്ഞാനം ആഖ്യാതം ഗുഹ്യാൽ ഗുഹ്യതരം മയാ വിമൃശ്യൈത അശേഷേണ യഥേച്ഛസി തഥാ കുരു. വളരെ ഗോപ്യമായ ജ്ഞാനത്തെ ഞാൻ നിന്നോട് പറഞ്ഞ്, ഇത് ഗോപ്യമായ ജ്ഞാനമാണ് മക്കളെ. ഇത് ഭഗവാൻ അർജുനൻ നീ കൊടുക്കുന്നത് എല്ലാവർക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് അത്രമാത്രം ഇഷ്ടമാണ് അർജുനനോട് ഭഗവാന്. അതുകൊണ്ട് ഈ ഗോപ്യ രഹസ്യമാണ് ഇതൊക്കെ. ഇത് വെറുതെ ആരെങ്കിലും ഇപ്പം നമ്മൾ ഒരു അയൽക്കാർ ഇവിടെ വരുന്നു, ഇത് വെറുതെ അവർക്ക് എടുത്തു കൊടുക്കേണ്ട കാര്യം വല്ലതുണ്ടോ? ഇത് ആർക്കാണ് ആവശ്യം അവർക്ക് മാത്രമേ കൊടുക്കാവൂ. അല്ലാത്തവർക്ക് ഇത് ചവിട്ടത്തേക്കാൾ ഇത് അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഒരു വേദാന്തം എന്ന് പറഞ്ഞിട്ട് കൊടുക്കാവൂ? ഒരിക്കലും പാടില്ല. ഇത് അർജുനൻ എന്താ ഭഗവാൻ കൊടുക്കുന്നത്? അത്രമാത്രം ഈ രഹസ്യമായ ഈ ജ്ഞാനം, ഈ അറിവ് ഞാൻ നിന്നോട് പറഞ്ഞ് കഴിഞ്ഞു. അത് അത്രമാത്രം രഹസ്യമാണ് ഇതൊക്കെ. ഇത് വെറുതെ ഒന്നും ആർക്കും വിളമ്പി കൊടുക്കുന്നതൊന്നല്ല. ഇത് അത്ര ഗൂഢമാണ്, രഹസ്യമാണ്. അത് നിന്നോട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം നന്നായി വിവേചനം ചെയ്ത് നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് എന്തോ അതുപോലെ ചെയ്തു കൊള്ളുക. അപ്പം ഇതൊക്കെ ഞാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് ഞാൻ പറഞ്ഞു. ഇത് രഹസ്യമാണ്. ഇതൊക്കെ നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് അത്രമാത്രം എനിക്ക്, അതായത് ഭഗവാൻ ഇഷ്ടമാണ് അർജുനനെ, നമ്മളെ അതുപോലെ ഇഷ്ടമാണ്. ഇത് കേൾക്കാൻ ആർക്കാണ് താല്പര്യം? അവരെ ഭഗവാൻ ഇഷ്ടം തന്നെയാണ്. അർജുനൻ ഇത്രയെല്ലാം ഈ 18ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം വരെ ആയിട്ടും ഈ ഭഗവാൻ കൊടുക്കുന്ന ഉപദേശങ്ങളെല്ലാം കേട്ടോണ്ടിരിക്കണമെങ്കിൽ, ഇത് കേട്ടോണ്ടാണല്ലോ ഭഗവാൻ ഇത്രയും കൊടുത്തത്, അത് കേട്ടോണ്ടിരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ഇത് കേൾക്കുന്നെങ്കിൽ ഭഗവാൻ ഇഷ്ടമില്ലെന്ന് അർത്ഥമുണ്ടോ? അപ്പോൾ രഹസ്യങ്ങൾ കൊടുക്കൂലേ? ഇത്രയൊക്കെ കേട്ട് ഞാൻ എൻ്റെ മക്കളെ വിളിക്കുമ്പം 1-2 മക്കൾ എന്നെ പ്രത്യേകം വിളിക്കാറുണ്ട്. ഓരോ അറിവില്ലായ്മകൾ ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാറുണ്ട്. രഹസ്യമായ കാര്യങ്ങളാണ്, അത് വെറുതെ വെട്ടം പൊട്ടിക്കുന്ന കാര്യങ്ങളല്ല. അതെന്താ വെച്ചാൽ അവരുടെ സംശയങ്ങൾ നീക്കി കൊടുക്കാൻ എനിക്ക് അറിയുന്നത് ഞാൻ കൊടുക്കും. ചോദിച്ചതൊക്കെ എന്തായാലും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2-3 മക്കൾ ഇങ്ങനെ വിളിക്കും. എല്ലാവരും ഒത്തൊരുമയോട് പോവില്ല. കുറച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് ഇങ്ങനെയുള്ള സംശയങ്ങൾ വരുന്നത്. അവരാണ് ചോദിക്കുക, അവർക്ക് അറിയണം. അപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ഇവിടെ അർജുനൻ എന്തുകൊണ്ടാണ് ഭഗവാൻ കൊടുക്കുന്നേ? ഇത്രയും കേട്ടോണ്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു അർജുനൻ. അപ്പം പിന്നെ ഭഗവാൻ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ രഹസ്യമായതും കൊടുക്കും. കാരണം എന്താണ്? ആ ലെവലിൽ എത്താൻ, പരമപദം പ്രാപിപ്പാൻ. അപ്പോൾ രഹസ്യം ഭഗവാന്റെ ഉള്ളത്തിൽ ഇരുന്നാൽ മതിയോ? ആ പരമപദം ശാശ്വതമായിരിക്കുന്ന ആ പരമപദം എത്തണ്ടേ? അപ്പോൾ അവിടെ ഗൂഢമായി രഹസ്യമേ ഒളിച്ചു വെച്ചാൽ കിട്ടൂ? അത് കൊടുക്കും. അതുകൊണ്ട് എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം നന്നായി വിവേചനം ചെയ്ത് നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് എന്തോ അതുപോലെ നീ ചെയ്തു കൊള്ളുക. അപ്പോൾ എല്ലാം ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നിനക്കുള്ള യുക്തം എന്താണ്? നീ വിവേചിക്കണം, നീ തിരിച്ചറിയണം നിനക്കിതിൽ എന്താ ശോഭനമായിട്ടുള്ളത്, ഇത് ഈ പറഞ്ഞ വാക്കിൽ എന്താ നിനക്ക് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ളത്. അത് നീ വിവേചിച്ചറിഞ്ഞിട്ട് നിനക്ക് യുക്തം എന്താണെന്ന് വെച്ചാൽ അത് നീ ചെയ്യുക. ഇവിടെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ യുദ്ധമാണെങ്കിൽ യുദ്ധം, അത് എങ്ങനെ ചെയ്യണം? രക്ഷകനായി ആരെ കാണണം? പരമാത്മാവിനെ. നമ്മൾ ചെയ്യേണ്ട കർമ്മം അവശനെന്നോണം ചെയ്തേ പറ്റൂ, കർമ്മവാസന. ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇത് നിനക്ക് എന്താ യുക്തം? അപ്പം നമുക്ക് ബുദ്ധിയോട് മനസ്സിലാക്കും, ചെയ്തേ പറ്റൂ. അപ്പം ഇപ്പം ഞാൻ ഈ കർമ്മം എനിക്കിത് പറഞ്ഞേക്കുന്നത്, ഞാനത് ചെയ്തേ പറ്റൂ. ഞാനിതിൻ്റെ വാസന കൊണ്ട് വന്നതാണ്. എനിക്ക് കഴിയത്തില്ല, എനിക്കിപ്പോൾ തലവേദന എടുക്കുന്നത്, എനിക്ക് വയ്യാമണി, ഞാൻ കുത്തിയിരുന്നാൽ ശരിയാവോ? വയ്യേ എന്നാലും ഇത് കൊടുത്തേ പറ്റുവേ ഞാൻ കൊടുത്തേ പറ്റൂ. അത് ധൈര്യപൂർവ്വം സന്തോഷപൂർവ്വം യുദ്ധമെങ്കിൽ നല്ലതായിട്ട് ദുഷ്ടന്മാരെ വെടിവെച്ച് വീഴ്ത്തുക, ധൈര്യശാലിയാവുക. അതല്ല ഇതാണ് ഈ ഭഗവൻ പാരായണങ്ങൾ, ഇതിനെപ്പറ്റിയാണ് അറിവുള്ളത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് ധൈര്യപൂർവ്വം ശക്തിപൂർവ്വം ഭഗവാൻ ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുക, നമ്മളെല്ലാം ഉള്ളത്തിൽ നിറഞ്ഞിരിക്കുക. ആ ഒരു ശക്തിയോടുകൂടി തന്നെ നമുക്കിത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇത് എൻ്റെ കർമ്മം, എനിക്കിതൊന്നും കഴിയില്ല, ഇപ്പം മറ്റുള്ളവർ നന്നായിട്ട് എനിക്കെന്താ കാര്യം എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ എൻ്റെ വാസന കൊണ്ട് വന്നതല്ലേ. അപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാൻ വയ്യാന്ന് പറഞ്ഞ് മൂത്താവാൻ പിടിച്ചിരുന്നാൽ പറ്റൂ. അപ്പോൾ വയ്യെന്ന് പറഞ്ഞ് ഇരുന്നാലും ഞാനത് ചെയ്യാതിരുന്നാൽ ഞാൻ കർമ്മിച്ചു വെച്ച് പോയില്ലയോ, കഴിഞ്ഞ ജന്മങ്ങൾ പ്രവർത്തിച്ചു പോയില്ലയോ, അതിൻ്റെ വാസന ഗുണം കൊണ്ടല്ലേ വന്നേക്കുന്നത്. അപ്പോൾ അത് പ്രവൃത്തി ഞാൻ ചെയ്യണ്ടേ. അതുകൊണ്ട് ഇനി യുക്തമായത് നീ ചെയ്യൂ അർജുന എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, എനിക്ക് ഇന്ന ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ പാരമ്പര്യമായിട്ട് എൻ്റെ പ്രവൃത്തിയാണ്, അത് ഞാൻ മടിച്ചിരുന്നാൽ പറ്റത്തില്ല. അത് നിഷ്കാമ കർമ്മമായി ഒരാഗ്രഹമില്ല ഭഗവാന് സമർപ്പിച്ച് എൻ്റെ രക്ഷകനായി, എൻ്റെ ഈശ്വരൻ ജഗദീശനാണ് എൻ്റെ പിതാവ്, ആ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് വേണം, അതിനുവേണ്ടി ഞാൻ ആ ഭഗവാൻ എൻ്റെ ഉള്ളിൽ നിറഞ്ഞിരിപ്പുണ്ട്, സർവ്വത്തിലും ഇരിപ്പുണ്ട്. അപ്പോൾ ആ കർമ്മം നന്നായി അങ്ങ് ചെയ്താൽ പോരെ.
ധൈര്യത്തിലും നല്ല ആത്മാർത്ഥതയോടുകൂടിയും ഒരു ഫലവും ആഗ്രഹിക്കാതെയും സമർപ്പിച്ച് സർവ്വം ഭഗവാനിൽ പരമാത്മാവിൽ അർപ്പിച്ച് ബ്രഹ്മാർപ്പണം അങ്ങനെ ചെയ്തങ്ങ് നടന്നാൽ പോരെ. അതാണ് ഇവിടെ ഭഗവാൻ കൊടുക്കുന്നത്. പിന്നെ യുക്തമായത് എല്ലാം ഞാൻ പറഞ്ഞു. ഇനി നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് എന്താണ് തോന്നുന്നത്, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും എന്താ ചെയ്യേണ്ടത്. കർമ്മം എന്താണെന്ന് ചെയ്തേ പറ്റൂ. അത് ചെയ്യാനാണ് വന്നേക്കുന്നത്. ഇത് അത്രയും വെളിപ്പെടുത്തി കൊടുത്തു ഭഗവാൻ. അപ്പോൾ അത് ചെയ്യുക തന്നെ വേണം. ഇതിപ്പോൾ യുദ്ധമെങ്കിൽ യുദ്ധം. അതായത് നമുക്കിപ്പോൾ എന്താണ്, ഇപ്പം ഞാൻ ഈ ഒരു കർമ്മം ഈ പ്രായം ഇത്ര ആയപ്പോൾ അത് സന്തോഷപൂർവ്വം എനിക്ക് ചെയ്യേണ്ട കടമയാണ്. അതെനിക്ക് ചെയ്യണം. ഇത് വേറൊരാളെ തലയിൽ ഏൽപ്പിക്കുക. ഞാൻ ചെയ്ത കർമ്മത്തിൻ്റെ വാസനയ്ക്ക് ഞാൻ വന്ന എല്ലാവരും ഇതൊക്കെ ഇടുന്നുണ്ട്, യൂട്യൂബിൽ ഒരുപാട് പേര് ചെയ്യും, പിന്നെ എനിക്കിപ്പം ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സോട് ചിന്തിച്ചാൽ ഞാൻ ചെയ്തു പോയി വെച്ച വാസന എനിക്ക് പ്രവൃത്തി കൊണ്ടുവരണ്ടേ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ. അപ്പോൾ അത് ആ കട അവിടെ കിടക്കത്തില്ലയോ, അതുകൊണ്ട് ചെയ്യുന്നു. അതേ ഉള്ളൂ. എല്ലാവരും ഇതിനേക്കാൾ ഉപരി ഇതിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു UKG അല്ലെങ്കിൽ LKG അല്ലെങ്കിൽ 1ാം ക്ലാസ്സോ ഒക്കെ ഉള്ളെന്ന് കൂട്ടിക്കോ. അത് എൻ്റെ കർമ്മം ഞാൻ ചെയ്യണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ പഠിക്കുന്നത് മനസ്സിലാവും അന്നേരം. ശരിയാ, അമ്മ പറഞ്ഞത് ശരി, നമ്മൾ ചെയ്യേണ്ട കർമ്മം കുറച്ചേ ഉള്ളൂ, അതുമുള്ളത് മതി. അതാ ഞാൻ ഒരു കടുമാങ്ങയും കഞ്ഞി എനിക്കുള്ളേ, അത് ഞാൻ കൊടുക്കുന്നു. അത് ഇഷ്ടമുള്ളവർ വാങ്ങിച്ച് ഭക്ഷിക്കുക, സന്തോഷമായിട്ട് വേണ്ടത് എടുക്കുക. വേണ്ടേ ഇതിനേക്കാൾ ഉപരി മറ്റുള്ള സ്ഥലത്ത് കിട്ടുമോ അവിടെ പോവുക. അവിടെ നല്ല പരിപ്പും പപ്പടവും കൂട്ടുള്ള ആഹാരമാണെങ്കിൽ അവിടെ പോയി കഴിക്കുക. ഇവിടെ കൊച്ചു കൊച്ചു കറികളോ എന്തെങ്കിലുമൊക്കെ എനിക്കുള്ളൂ, അത് തൃപ്തികരമാവുന്നവർ അങ്ങനെ. ഇതിപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് പേര് ഇത് കാണുന്നുള്ളൂ, എനിക്കത് മതി. ഒരാളെങ്കിലും കണ്ടാൽ മതി. എൻ്റെ കർമ്മം തീർക്കണം, എൻ്റെ കർമ്മവാസന എനിക്കിവിടെ നിർത്തി ചെയ്ത് തീർക്കണം, അത്രേ ഞാൻ കാണുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ നിനക്ക് എന്താണ് യുക്തമായിട്ടുള്ള ചെയ്തു കൊള്ളുക. എന്നിട്ട് ഇനി അടുത്ത എന്താ ഭഗവാൻ പറ 64-ാമത്തിൽ, സർവഗുഹ്യതമം ഭൂയ ശൃണു മേ പരമം വച ഇഷ്ടോസി മേ ദൃഢമിതി തതോ വക്ഷ്യാമി ദേഹിതം. പരമരഹസ്യമായിട്ടുള്ളതും ശ്രേഷ്ഠവുമായ എൻ്റെ വാക്കുകളെ വീണ്ടും നീ കേട്ടുകൊള്ളുക. അപ്പോൾ ഇതുപോലെ ഭഗവാൻ ഇത്രയെല്ലാം കൊടുത്തിട്ട് ഇനിയും പറയുന്നു ഇനിയും പരമമായ രഹസ്യമായിട്ടുള്ളതുണ്ട്, അത് ശ്രേഷ്ഠമാണ്. എന്നുവെച്ചാൽ അത്രമാത്രം ശ്രേഷ്ഠതയുള്ളതാണ് ഭഗവാന്റെ ഈ വാക്കുകൾ. അത് നീ വീണ്ടും നീ കേട്ടുകൊള്ളു. എന്താ എത്രമാത്രം സ്നേഹം അർജുനോട്, അത്രമാത്രം കേൾക്കാൻ ഇമ്പം തോന്നി കുത്തിയിരിക്കുക. ഇതെല്ലാം കേട്ട് എനിക്കിതൊന്നും കേൾക്കേണ്ടതിൻ്റെ അഭിപ്രായം ഇവിടെ എവിടെയെങ്കിലും വരുന്നുണ്ടോ? ഭഗവാൻ കൊടുക്കുന്ന വാക്കെല്ലാം തൽപരം കേട്ടോണ്ടിരിക്കുക. ഇല്ലേ, എന്താ പറയുക, പരീക്ഷിത് മഹാരാജ് എങ്ങനെയാണ് കേൾക്കുന്നത്, ഉദ്ധവർ എങ്ങനെയാണ് കേൾക്കുന്നത്, വീണ്ടും വീണ്ടും ചോദിക്കുന്നു, ഉദ്ധവർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആരാണ് ഒരു അരിമ ശിഷ്യനായിട്ട് കൂടിയിരുന്ന ഭഗവാൻ എല്ലാം കൊടുക്കും. എനിക്ക് 1-2 മക്കളുണ്ട്. ഒരു മകള് പ്രസന്ന പറയും. അത് അത്ര പ്രസന്നവതിയാണ്. എന്താ കാരണം, 4 വർഷം കൊണ്ട് ഇത് കേട്ടതിന് ശേഷം പ്രസന്നമാണ്, ഉള്ളിൽ എപ്പോഴും പരമ ചൈതന്യമാണ്, ആനന്ദമാണ്, അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന അമ്മ ആനന്ദം. കാരണം വിഗ്രഹത്തിൻ്റെ ഇതങ്ങ് മാറി, ഒരു രൂപമായിരുന്നു, അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം ഞാൻ വിഗ്രഹത്തിലല്ല, ഞാൻ എന്നെ തന്നെ അറിയുന്നു, കാണുന്നു, കേൾക്കുന്നു. എന്താ അരൂപിയാകുന്ന പരമേശ്വരനെ ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ആനന്ദിക്കുന്നു. അതുകൊണ്ട് എനിക്ക് പേരിടാം പ്രസന്നവതി എന്ന്. കാരണം പ്രസന്ന എന്നുള്ള പേര് പ്രസന്നം തന്നെയായി മാറി. അതുപോലെ ജഗദാനന്ദ എന്ന് ഞാൻ പേരിട്ടു. ഇപ്പം പ്രസന്നയ്ക്ക് പേരിടണം പ്രസന്നവതി, എപ്പോഴും പ്രസന്നമായിരിക്കുക. കാരണം ഇപ്പം അസുഖമുള്ളൊരു കുട്ടിയാണ്, വിവാഹം കഴിച്ചിട്ടില്ല, ഒരു മാറ് എടുത്ത കൊച്ചാണ്. അത് ഇത് എന്നോട്ട് കേട്ട് അതിൻ്റെ വിഷമമാണ് ഞാൻ 2ാമത് ഭാഗത്ത് ആവർത്തിച്ച്, അമ്മേ 2 വരിയെങ്കിലും എനിക്ക് ഇട്ട് തരണേ, ഇതെനിക്കൊരു ആശ്വാസമാണെന്ന്. അങ്ങനെ ആശ്വാസം കുളർന്ന് ഞാൻ കൊടുക്കണ്ടേ. അതുകൊണ്ടാണ് ഇത് 2ാമത് വീണ്ടും ഞാൻ ആവർത്തിച്ച് ആദ്യം തൊട്ടേ. അപ്പോൾ ഇതിൽ എന്ത് വരുന്നു, ആനന്ദം അനുഭവിക്കുന്നു. ഇപ്പം ഭയമില്ല, ഒരു വിഷമമില്ല, ഭയമില്ല, ഒന്നിനും. അത്രമാത്രം രാത്രി ധ്യാനവും എല്ലാം ഉണ്ട്. രൂപത്തെ വെച്ച് ആരാധിക്കുന്നതൊക്കെ മാറ്റി ഇപ്പം ആ ചൈതന്യമൂർത്തി, ആ പരമാത്മാവിനെ തന്നെ ഉള്ളം മൊത്തം നിറച്ചു വെച്ചു. എന്താ കാരണം, അനുസരണ. എന്നിട്ടാ 4 വർഷം കൊണ്ട് അത് അനുസരിക്കുന്നു, കേൾക്കുന്ന കൃത്യനിഷ്ഠ. ഈ കൃത്യനിഷ്ഠ ആർക്കുണ്ടോ അവരെല്ലാം ഈശ്വരപ്രസാദം നേടുകയും ചെയ്യും. അവർക്ക് ബുദ്ധിമുട്ട് മാറും, വിഷമം മാറും, രോഗം മാറും, ആശ്വാസം കിട്ടും, നല്ല ഉറക്കം കിട്ടും, ഭയവും മാറും. മരണഭയം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല. എന്താ കാര്യം, ഇത് അങ്ങോട്ട് ചെന്ന് ഇറങ്ങി, ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അവിടെ പിന്നെ വസിക്കുന്നത് ആരാ, ആ പരമ ചൈതന്യമാ. ഭയക്കണോ പിന്നെ? അതുകൊണ്ട് എൻ്റെ വാക്കുകളെ വീണ്ടും നീ കേട്ടുകൊള്ളുക. നീ എനിക്ക് പ്രിയപ്പെട്ടവനായതിനാൽ നിൻ്റെ ഹിതത്തിനായാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എന്താ പ്രിയപ്പെട്ടവൻ, ഭഗവാന്റെ പ്രിയപ്പെട്ടവൻ നമ്മളും പ്രിയപ്പെട്ടവരാകണം. നമ്മൾ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാകുമ്പോൾ നമുക്കും ഗൂഢമായ രഹസ്യമായ ഓരോ കാര്യങ്ങളും നമ്മളെ ഈശ്വരൻ
ഉള്ളത്തിൽ എനിക്കിപ്പോൾ ആരും പറഞ്ഞു തരാനില്ലായിരുന്നല്ലോ. എനിക്കൊരു പ്രത്യേക ഒരു എൻ്റെ 17 വയസ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ സമാധിയായി. എനിക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യവും പറഞ്ഞു തരേണ്ട സമയം വന്നില്ല. അന്ന് സ്കൂളിലൊക്കെ പഠിച്ചും ഇങ്ങനെയൊക്കെ നടന്നു. അന്ന് ബ്രഹ്മചര്യമൊക്കെ എടുപ്പിച്ചു. പക്ഷേ ഇതെന്നാ എനിക്ക് കിട്ടിയത്? ഈ ഭാഗവതം എന്നോട്ടാ ഇവിടെ കുട്ടിനാളിൽ വായിച്ചിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞു വായിച്ചിട്ടില്ല. കഥ ആട്ടം കാണുന്നത് എങ്ങനെയാ? കഥ അറിയാതെ അതുപോലെ വരി നോക്കി വായിച്ചു. തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരും, അക്ഷരത്തെറ്റുണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു തരും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊരു 50 വയസ്സായപ്പോഴേ എനിക്ക് ഭാഗവതമൊക്കെ കിട്ടിയത്. അപ്പം മനസ്സിലാക്കണം, ഉള്ളത്തിൽ ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? പരമാത്മാവ് ഗുരുവായി നമ്മുടെ ഉള്ളത്തിൽ ഇരിക്കും, അല്ലെങ്കിൽ മറ്റൊരാളെ തരും. ആരെയും നമുക്ക് തന്നില്ലെങ്കിൽ പരമാത്മാവിന് അവിടെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ശരണാഗതി അടയുക, രക്ഷകനായി കാണുക. രക്ഷകനായി കണ്ടാൽ എല്ലാം അവിടെ തന്നെ നോക്കേണ്ട കടമയാണ്. കാരണം നമ്മൾ അവിടെ സമർപ്പിച്ചേക്കുന്നത് വേറെ ഒരു മോനെയോ മോളെയോ അച്ഛനെയോ അമ്മയോ സഹോദരങ്ങളെയോ ഒന്നുമല്ല. നമ്മൾ ആരെയാണ് സമർപ്പിച്ചേക്കുന്നത് സർവ്വതും? പിന്നെ അവിടെ ഉത്തരവാദിത്വം ഏകാരിക്കാൻ പറ്റൂ? ആ വാക്കല്ലേ, വാക്ക് മാറാൻ പറ്റുമോ? ഭഗവത്ഗീത എടുത്തെടുത്ത് പറഞ്ഞേക്കുന്നു, വാക്ക് പറഞ്ഞ വാക്കാ. പരമാത്മ സത്യമാണ്, ഈശ്വരൻ സത്യമാണ്. നമുക്കങ്ങ് വിശ്വസിച്ചാൽ മതി, ഉറപ്പിച്ചാൽ മതി, അത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ വല്ലത്തിനും എവിടെയെങ്കിലും പോകണോ? നമ്മുടെ കാര്യം നോക്കാൻ പിന്നെ ആരാ ഉള്ളത്? രക്ഷകനായിട്ട് നമ്മൾ കണ്ടാൽ മതി. ഭഗവാൻ എടുത്തു പറഞ്ഞു, അർജുന നീ എന്നെ രക്ഷകനായി ആശ്രയം, നിന്റെ ആശ്രയം രക്ഷകനായി ഞാൻ തന്നെയാണ്, നീ എന്നെ അങ്ങ് സമർപ്പിക്കൂ. അപ്പോൾ അതുപോലെ പരമരഹസ്യമായിട്ടുള്ളതും ശ്രേഷ്ഠവുമായ എൻ്റെ വാക്കുകളെ വീണ്ടും നീ കേട്ടുകൊള്ളുക. നമുക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ 1-2 മക്കൾക്ക് ഈ ഭഗവാൻ തന്ന ഈ ഉപദേശങ്ങൾ എനിക്കറിയാമെന്ന് ഞാൻ അവർക്കും കൊടുത്തുകൊണ്ടിരിക്കുക. നീ എനിക്ക് വേറെ ഇതിനകത്ത് യൂട്യൂബ് വഴി കാണും, പക്ഷേ കമൻസ് ഒന്നും ഇടുന്നില്ല. ഇവിടെ അടുത്തുള്ളൊരു കുട്ടിയാണ്, അതും ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ ഓരോന്ന് ഭാഗവത്തിൽ വായിക്കും, അതിനെ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ. അമ്മ എനിക്ക് ഇന്നൊരു വാക്ക് വായിച്ച് കേൾപ്പിക്കട്ടെ. വായിച്ച് കേൾപ്പിച്ചിട്ട് അതിൻ്റെ പക്ഷെ ആദ്യം തർക്കിക്കാതെ അങ്ങനല്ലമ്മേ തർക്കി. പക്ഷേ അവസാനം എത്തിയവിടെ ശരിയാ അമ്മ പറഞ്ഞത് എന്ന് പറയും. കാരണം ഇച്ചിരി തർക്കമുള്ളൊരു കുട്ടിയാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ ഇപ്പം അന്യദേവന്മാരെ പൂജിക്കരുത്, അവനവൻ്റെ കുലദൈവത്തെ വേണമെന്ന് പറഞ്ഞ വാക്ക് അന്യദൈവം ക്രിസ്തു മതമോ ഇസ്ലാം മതമൊക്കെ അന്യദൈവം അങ്ങനെയല്ലേ പറഞ്ഞ? ഒരിക്കലുമല്ല, അങ്ങനെ ചിന്തിക്കണ്ട. അവനവൻ്റെ കുലദൈവം എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ഗ്രാമത്തിൽ നമ്മൾ താമസിക്കുന്ന ഇടത്ത് നമ്മളൊരു വെച്ചാരാധനയുള്ളൊരു അമ്പലം ഉണ്ടാവും, ക്ഷേത്രമാണ്. അവിടെ നമ്മൾ എന്നും പോയി വരി കൊടുത്ത് ഉത്സവമൊക്കെ നടത്തുന്നത്. അവിടെ നോക്കാതെയും കാണാതെയും കേൾക്കാതെയും ദൂരെ അയ്യപ്പ ക്ഷേത്രത്തിലോ ഗുരുവായൂരോ പോയാൽ അത് തെറ്റാണ്. അത് പുഞ്ചലിയെ പോലെയാണ്, വേശ്യ. അവനവൻ്റെ വീട്ടിലിരിക്കുന്ന ഭർത്താവിനെ കളഞ്ഞിട്ട് അന്യ ഭർത്താവിനെ പിടിക്കാൻ പോകുന്ന പുഞ്ചലിയെ പോലെയാണ്, വേശ്യയ്ക്ക് തുല്യമാണ്. അവനവൻ്റെ അവനെ ചുറ്റുവട്ടത്തുള്ള അമ്പലത്തെ പൂജിക്കാതെയോ പ്രാർത്ഥിക്കാതെയോ അവിടെ ശക്തി ഇല്ലെന്നോ അവിടെ മഹിമ ഇല്ലെന്നോ കണ്ടാൽ അവനവൻ്റെ ഭർത്താവിന് മഹിമയില്ല, വേറൊരുത്തിയുടെ ഭർത്താവിനെയാണ് ഇഷ്ടം, അത് വേശ്യയല്ലേ? അതേപോലെയാണ് നമ്മൾ നമ്മുടെ ചുറ്റിനുള്ള അമ്പലത്തിൽ പോകാതെയും പൂജിക്കാതെ ഗുരുവായൂർ വരെ പോകും. അവിടെ കേമമാണ്, അവിടെ ഭയങ്കര ശക്തി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാൻ അവിടെ കുറവാണ്, ശക്തിയില്ല, കൊള്ളില്ല, അതുകൊണ്ടല്ലേ. അപ്പോൾ നമ്മൾ വേശ്യയായില്ലേ? അതാണ് അവിടെ കൊടുത്തേക്കുന്നത്, ഭഗവാൻ ഉപദേശം കൊടുത്തേക്കുന്നത്. അത് ഗോവർദ്ധനത്തെ പറ്റി, അങ്ങനെയല്ലേ ഗോവർദ്ധനത്തെ പൂജ ചെയ്തത്? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത നേദിച്ചതെല്ലാം ഭഗവാൻ പ്രത്യക്ഷമായി കഴിച്ചില്ലേ? അങ്ങനെ ഒരു കാര്യം വായിച്ചപ്പോൾ സംശയം വന്ന് അന്യദേവന്മാരെന്ന് പറഞ്ഞപ്പോൾ ഇവർ ധരിച്ചെന്താ മറ്റ് മതക്കാരുടെ ദേവനെ പൂജിക്കുന്നത്? ഇങ്ങനെയാണ് അറിവില്ലായ്മ. ആ രഹസ്യം ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ? അപ്പോൾ അങ്ങനെ അത് ബൈബിളിലുണ്ട്, അന്യദേവനെ പൂജിക്കരുത്. അപ്പോൾ അവരും ധരിക്കുന്നത് എങ്ങനെയാ? ഹിന്ദുക്കളുടെ ദൈവം പ്രേതമാണ്, അവർക്കും തെറ്റിദ്ധാരണയാ. അതിലും അന്യദേവൻ വെച്ചാൽ അവനവനിലിരിക്കുന്ന ദേവൻ തന്നെയാണ്, വേറൊന്നല്ല. അങ്ങനെ കൊടുത്തേക്കുന്നതൊക്കെ അർത്ഥം അറിയാതെ വളച്ചൊടിച്ച് എന്തൊക്കെ ആക്കി കൂട്ടി ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ഇങ്ങനെ മാറ്റിച്ച് വളച്ചൊടിച്ച് നാറ്റിച്ച് കളയുവാണ്. ഈ മതം എന്നുണ്ടായി? പരമാത്മാവ് എന്നേ ഉള്ളതാ? ഈ അവതാര പുരുഷന്മാർ എന്നേ ഉള്ളതാ? ഇതൊക്കെ എഴുതി വെച്ച് എന്തൊക്കെയാക്കി അതിനെ യഥാർത്ഥമായി പറഞ്ഞു കൊടുക്കാത്ത കുറേ ഗുരുക്കന്മാരും അറിവില്ലായ്മ കൊണ്ട് കുറേ ശിഷ്യഗണങ്ങളും കുറേ മനുഷ്യർ ഇങ്ങനെ എന്തൊക്കെയോ പഠിച്ചു വെച്ച് എനിക്കൊന്നും പറയാൻ അറിയില്ലേ ദൈവമേ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിപ്പം ഇന്നലെ പറഞ്ഞെടുത്ത ഈ ഒരു കാര്യം, ഇങ്ങനെ ചില കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാവുന്ന നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളും. അപ്പോൾ അത് എന്തുകൊണ്ടാ? ഭഗവാൻ പ്രത്യേകിച്ച് നീ പ്രിയപ്പെട്ടവനാണ്. ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവായ ജഗദീശൻ നാരായണൻ കൃഷ്ണമൂർത്തി പറയുന്നു, എന്താ നീ എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ട്
നിൻ്റെ ഹിതത്തിനായാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഭഗവാന്റെ പ്രിയപ്പെട്ടവനാണ്, ഞാൻ എന്ത് ചെയ്യണം? ഇത് കേട്ടിട്ട് ഇത് അനുസരിക്കണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭഗവാൻ സമർപ്പിക്കണം. ആ പരമാത്മാവാണ് സർവ്വതും എന്ന് ലോകനാഥൻ നമ്മുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റി തരുന്ന ആ ജഗദീശ്വരനാണെന്ന് നമ്മൾ അഭയം ശരണാഗതി അടയുമ്പോൾ നമ്മുടെ കാര്യമൊക്കെ എന്താ പറയുക, ഓക്കെ, എല്ലാം തൃപ്തികരമാക്കി തരും. എന്തുകൊണ്ടാ നമ്മൾ അങ്ങനെ ഭഗവാന്റെ ഹിതം ചെയ്യുന്നത്? ഇഷ്ടപ്പെട്ടുന്നു, നമ്മളെ ഇഷ്ടപ്പെടണം, നമ്മൾ പ്രിയപ്പെട്ടവനായിരിക്കണം. നീ എനിക്ക് പ്രിയപ്പെട്ടവനായതിനാൽ അതുകൊണ്ട് നിന്റെ ഹിതത്തിനായാണ് ഞാനിതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേക ഒരു വാത്സല്യം ഉണ്ടാകും. അവർ നമ്മുടെ പ്രിയപ്പെട്ടവരായി നമ്മൾ കാണും. അവർക്ക് ചോദിക്കുന്ന ഉത്തരം നമുക്ക് അറിവുകൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്താ കാരണം? പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇതാ പറയാം, നമ്മളും അങ്ങനെ തന്നെയാണ്. നമുക്കുള്ള ഇത് കേൾക്കുന്നവരും പറയുന്ന കേട്ട് അനുസരിക്കുന്നവർക്ക് നമ്മൾ വീണ്ടും 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 എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. എനിക്കും അത് ഇഷ്ടമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. 65 മന്മനാ ഭവ മൽഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ. അല്ലയോ അർജുന, എൻ്റെ തത്വത്തെ, ഈ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് തത്വം. ഇതൊക്കെ ഭഗവാൻ എന്തൊക്കെ നമുക്ക് തന്നെ വേദം, അറിവ്, തത്വം, ഇതൊക്കെ നീ മനസ്സിൽ ഉറപ്പിക്കണം. നമ്മളെടുത്ത് കളയല്ല, കേട്ടിട്ട് കളയല്ല, മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ട് അത് സാധനമാക്കണം. അതങ്ങനെ ആയിത്തീരണം. അതുകൊണ്ട് നീ മനസ്സിൽ ഉറപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നെ മാത്രം ഭജിക്കുക. അപ്പോൾ എന്താ പരമാത്മാവ് പറഞ്ഞ ഭഗവാൻ കൃഷ്ണൻ? പരമാത്മാവിനെ, ആ പരബ്രഹ്മത്തെ മാത്രം, അല്ലാതെ ഈ ലോകത്തുള്ള അവിടെ ഇവിടെ എന്നും കിടന്ന് പ്രാർത്ഥിക്കാൻ പറയുന്നില്ല. ഇത് എൽ കെ ജിയിലും യു കെ ജിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അമ്പലവും ഈ രൂപങ്ങളൊക്കെ പ്രതിഷ്ഠകളൊക്കെ. അത് എല്ലായിടും നിറഞ്ഞ ചൈതന്യം ഭഗവാനുണ്ട്. നമുക്ക് നമ്മുടെ അറിവിനൊത്ത് അവിടേക്ക് പോകുന്നു, ആദിപാഠങ്ങൾ പഠിക്കുന്നു, ഈശ്വരനെ ഭജിക്കാൻ, ഈശ്വര ആരാധന അങ്ങനെയൊക്കെ പോയി പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ ആയി വരുന്നു. പക്ഷേ ഭഗവാൻ ഇവിടെ പറയുന്നത് എന്നെ മാത്രം ഭജിക്കുക എന്ന്. ഇത് ബൈബിളിൽ കിടപ്പുണ്ട്, എന്നെ മാത്രം ഭജിക്കുക എന്ന്. അവരും തർക്കിക്കുന്നു, നമ്മളിപ്പോൾ എന്ത് ചെയ്യും? നമുക്കും അപ്പോൾ അങ്ങനെ 2 ദൈവമുണ്ടോ? എന്നെ മാത്രം ഭജിക്കുക എന്ന് ഇതിലും പറയുന്നു, അതിലും പറയുന്നു എന്നെ മാത്രം ഭജിക്കുക എന്ന്. അതെന്താ കാര്യം? ആ എന്നെ എന്ന് പറഞ്ഞ ആരാ? കൃഷ്ണനിലിരിക്കുന്ന പരബ്രഹ്മമാണ്. ആ ബൈബിളിൽ പറഞ്ഞ യേശു ആരാണ്? ആ പരബ്രഹ്മമൂർത്തി, ആ പിതാവാണ് യേശുവിൽ പ്രവർത്തിക്കുന്നത്. അത് എന്നെ മാത്രം ഭജിക്കുക എന്ന്. അപ്പോൾ പറയുന്ന ആളിൻ്റെ ഉള്ളത്തിലിരിക്കുന്ന നമ്മൾ നോക്കണ്ട. കൃഷ്ണ രൂപത്തിൽ ആ ഈശ്വരൻ അവതരിച്ച കൃഷ്ണനാണെങ്കിൽ ആ കൃഷ്ണനിൽ ആരാ വസിക്കുന്നത്? അദ്ദേഹം പറയാ എന്നെ മാത്രം. ആ പരമാത്മാവാണ്. ആ പരമാത്മാവിനെ മാത്രം ഭജിക്കുക. ലോകത്തിൽ ഒരു നാഥനേ ഉള്ളൂ, ഒരു ഈശ്വരനേ ഉള്ളൂ. ആ ഈശ്വരൻ എന്നിൽ കൂടി ഇപ്പം ഞാനും പറയുന്നത് നീ എന്നെ മാത്രം ഭജിക്കുക. ഞാനും പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഒരു കുട്ടി ഇവിടെ ഇരിക്കുക, ഒരു ശിഷ്യൻ, ഞാനൊരു ഗുരുവാന്നിരിക്കട്ടെ, ഞാൻ പറയുവാണ് കുട്ടി നീ എന്നെ മാത്രം ഭജിക്കുക. അപ്പോൾ ആ കുട്ടി എന്ത് വിചാരിക്കും? അറിവില്ലെങ്കിൽ ഈ രത്നഭായി എന്ന് പറഞ്ഞാൽ ആ അമ്മയെ ഭജിക്കണം എന്നാ പറയാം. അത് കൊള്ളാല അമ്മയെ നിങ്ങൾ എന്ന് അറിവില്ലെങ്കിലും ഉണ്ടെങ്കിലും പറയും. പക്ഷേ ഈ പറയുന്ന വ്യക്തി ആരാ? ആ പരബ്രഹ്മമാണ് ഇത് പറയുന്നതെന്ന് കുട്ടിക്ക് അറിഞ്ഞുകൂടാ. അതേസമയം കൃഷ്ണനിലിരിക്കുന്ന അത് പരബ്രഹ്മമാണെന്ന് അർജുനന് അറിയാമെങ്കിൽ രക്ഷപ്പെട്ടു. എനിക്കറിയാം, ആ പരമാത്മാവാണ് കൃഷ്ണനിൽ കൂടെ പ്രവർത്തിക്കുന്നത്, എനിക്കറിയാം. അവിടെ കൃഷ്ണൻ പറയുന്നത് നീ എന്നെ മാത്രം ഭജിക്കുക. എന്താ? പരമാത്മാവിനെ. അതെങ്ങനെ വെച്ചാൽ ബ്രഹ്മാർപ്പണ രൂപത്തിൽ സർവകർമ്മങ്ങൾ യജിക്കുക. എന്താ ബ്രഹ്മാർപ്പണം? ആ പരബ്രഹ്മത്തിൽ അർപ്പിക്കുക, ബ്രഹ്മാർപ്പണം ചെയ്യുക. അപ്പോൾ ആ കൃഷ്ണൻ ആരാ? ഇത് തന്നെ വാക്ക് കിടപ്പുണ്ട്. ഈ വാക്ക് കേൾക്കാതെ എന്നെ മാത്രം ഭജിക്കാൻ മാത്രം എടുത്തങ്ങ് പിടിക്കും, ബാക്കി വായിക്കത്തില്ല. ബ്രഹ്മാർപ്പണ രൂപത്തിൽ. എന്താ ബ്രഹ്മാർപ്പണ രൂപം? പരബ്രഹ്മം ബ്രഹ്മാർപ്പണം വെച്ചാൽ ആ അരൂപിയായിരുന്ന പരബ്രഹ്മ നിഷ്കള വസ്തുവാണ്. ആ പരബ്രഹ്മത്തിൽ തന്നെ സമർപ്പിക്കുക, അർപ്പിക്കുക. അപ്പോൾ ആ അർത്ഥം നോക്കത്തില്ല. വായനക്കാർ വായിക്കുക, മനസ്സിൽ എൻ്റെ തത്വത്തെ മനസ്സിലുറപ്പിക്കുക, നീ എന്നെ മാത്രം ഭജിക്കുക. അയ്യോ, അപ്പോൾ കൃഷ്ണനെ തന്നെയല്ലേ ഭജിക്കാൻ പറഞ്ഞേക്കുന്നത്? അത് യേശുവിനെ തന്നെയല്ലേ ഭജിക്കാൻ പറഞ്ഞത്? യേശുവല്ലേ പറഞ്ഞത് എന്നെ തന്നെ ഭജിക്കുക, ഞാൻ പിതാവാകുന്നു എന്ന് പറയുമ്പോൾ ആ യേശുവിൻ്റെ ഉള്ളത്തിലിരിക്കുന്ന ആ പരബ്രഹ്മ പിതാവാണ് പറയുന്നതെന്ന് കത്തുന്നില്ല. ഈ ജനങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവില്ല, ആന്തരികമായി എടുക്കാൻ അറിയില്ല. ഇവിടെയും പറ്റിയ ഇതാണ് ചിലർക്ക് കൃഷ്ണനല്ലാതെ ഒന്നുമില്ലെന്ന് പറയും. കൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ പറയുന്ന ഉള്ളത്തിരിക്കുന്ന ആ പരബ്രഹ്മമൂർത്തിയാണ്. അതാണ് നീ എന്നെ മാത്രം ഭജിക്കുക, ബ്രഹ്മാർപ്പണ രൂപത്തിൽ സർവ്വകർമ്മങ്ങൾ എന്നിൽ യജിക്കുക.
യജ്ഞം എന്ത് ചെയ്യുന്നു, എന്ത് ജോലി ചെയ്യുന്നു, ഇതെല്ലാം യജ്ഞരൂപത്തിൽ എന്നെ തന്നെ, ബ്രഹ്മാർപ്പണ രൂപത്തിൽ എന്നെ തന്നെ യജിക്കുക, ഒരു യജ്ഞമാക്കുക. നമ്മൾ പല പല യജ്ഞങ്ങൾ, ഇപ്പോൾ സ്തോത്രയാഗം അതൊരു യജ്ഞമാണ്. ഇതൊക്കെ ഈ വായിച്ചു വിടുന്നത് ഇതൊരു യജ്ഞമാണ്. ഇത് ഭഗവാനിൽ പരബ്രഹ്മത്തിൽ സമർപ്പിക്കണം, ഇത് ബ്രഹ്മാർപ്പണം ചെയ്യുക. ഞാനും ഇത് പരമാത്മാവിനെ അർപ്പിച്ചാണ് ചെയ്യുന്നത്. അതാണ് എന്നിൽ എന്ന് പറയാം. അപ്പം ഞാനിപ്പോൾ എന്നിൽ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ എന്നിൽ ഇത് എന്നെ കാണരുത്, ഞാനാകുന്നൊരു വ്യക്തിയുണ്ട്, അതിലല്ല, എന്നിലിരിക്കുന്ന പരബ്രഹ്മമാണ് എന്ന് സങ്കല്പിച്ചോണം. അത് കൃഷ്ണനാ പറഞ്ഞത്, അങ്ങനെ നമ്മൾ എടുത്തോണം. അല്ലെങ്കിൽ നമ്മൾ കൃഷ്ണനെ പോലെ ഒരുപാട് ആൾക്കാർ ഇവിടെ നാട്ടിൽ വരും, അവരൊക്കെ പറയും നീ എന്നെ ഭജിക്കൂ എന്നെ ഭജിക്കും. അപ്പം നമ്മൾ എത്ര പേരെ ഭജിക്കാൻ പറ്റും? അപ്പം എത്ര പിതാക്കന്മാരാകും, എത്ര രക്ഷകന്മാരാകും? ഈ ലോകത്ത് ബുദ്ധനും യേശുവും ശങ്കരാചാര്യരും ഇങ്ങനെ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും ഇങ്ങനെ എത്രയോ മഹാത്മാക്കളൊന്നും, അവരെല്ലാം ഇങ്ങനെ പറയുന്നത് നമ്മൾ എത്ര ദൈവങ്ങൾ അവിടെ ഉള്ളത്? പിന്നെ എല്ലാവരെയും ഒക്കൂ. അപ്പോൾ മനസ്സിലാക്കണം, ഇതെല്ലാം പ്രവർത്തിക്കുന്ന ആരാ? ഒരേ ഒരു ബ്രഹ്മമാണ്, പരമാത്മാവാണ്. അതിലെല്ലാം വസിക്കുന്ന, സർവ്വത്തിലും നിറഞ്ഞിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആരെ അർപ്പിക്കണം? പരമാത്മാവായ പരബ്രഹ്മത്തിൽ ആണ്. ആ പരബ്രഹ്മത്തിൽ രൂപത്തിൽ സർവകർമ്മങ്ങളും നീ എന്നിൽ യജിക്കുക. എന്തൊക്കെയാ? മനസ്സ്, വാക്ക്, കായങ്ങൾ. മനോ വാക്ക് കായങ്ങൾ എന്നിൽ സമർപ്പിക്കുക. നമ്മൾ ഓരോരുത്തരുടെയും എൻ്റെ മനസ്സും എൻ്റെ വാക്കുകളും ഞാൻ പ്രവൃത്തികളും, അപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകളും എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നതും ഞാൻ കൈകൊണ്ടോ കാലുകൊണ്ടോ വാഗൊണ്ടോ ചെയ്യുന്ന ഈ കർമ്മവും എവിടെ സമർപ്പിക്കണം? ആ പരബ്രഹ്മത്തിൽ സമർപ്പിച്ചോണം. അതാണ് ഭഗവാൻ പറയുന്നത്, എന്ത് കർമ്മവും മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്ന എന്ത് ജോലികൾ ചെയ്താലും എന്തും എവിടെ ചെയ്യണം? ആ ബ്രഹ്മത്തിൽ സമർപ്പിക്കുക, പരമാത്മാവിൽ എന്നാണ്. എന്നിട്ടോ ഇത്രയും ആയാൽ, ഇങ്ങനെ ആരാണ് ചെയ്യുന്നത്? ഇത്രയും ആയാൽ നീ എന്നെ തന്നെ പ്രാപിക്കും. കൃഷ്ണനിൽ പ്രാപിക്കൂ ആണോ? ആ പരബ്രഹ്മത്തിൽ പ്രാപിക്കും. കൃഷ്ണനിലിരിക്കുന്ന പരബ്രഹ്മം, കൃഷ്ണന്റെ ശരീരം അന്നുണ്ടായിരുന്നു, അതങ്ങ് പോയില്ലേ? അത് എവിടെ പോയി? സാക്ഷാ ബ്രഹ്മമായി മാറി. ബ്രഹ്മമല്ലേ, പരബ്രഹ്മമല്ലേ, ആ പരമാത്മാവല്ലേ. അപ്പോൾ പിന്നെ ശരീരം അങ്ങ് വെടിഞ്ഞു, ശരീരം ഉപേക്ഷിച്ചു, ആ പരമാത്മാവിൽ ലയം പ്രാപിച്ചു. ആ ഒന്നേ ഉള്ളൂ, ആ ഒന്നായി ലയിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? ഇത്രയൊക്കെ നമ്മൾ ചെയ്താൽ അർജുന നീ എന്നെ തന്നെ പ്രാപിക്കും. നമ്മളും ചെന്ന് പരബ്രഹ്മത്തിൽ ലയിക്കല്ല, അല്ല ദേവകിയുടെ മകനായ കൃഷ്ണനിൽ ചെന്ന് ലയിക്കുമെന്നല്ല, കൃഷ്ണൻ എവിടെ ചെന്നെത്തിയോ അവിടെ. കൃഷ്ണൻ എവിടാ ചെന്നെത്തിയേക്കുന്നേ? ദേവകിയുടെയും വസുദേവരുടെയും കുടുംബത്തിലല്ല, ദേഹം വെടിഞ്ഞ് അവിടെ അല്ല കിടക്കുക. അത് ഒറിജിനൽ പിതാവാണ്. ആ പിതാവായി ചേർന്ന് ലയിച്ചു. അവിടുന്നാണ് വന്നത്, അവിടേക്ക് ചെന്നു. അത്രയും നമ്മളും അവിടുന്ന് വന്നു, അവിടേക്ക് ചെല്ലണം. അതാണ് നീ എന്നെ തന്നെ പ്രാപിക്കും. ഇത് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. ഇത് സത്യമായാണ് ഞാൻ ഭഗവാൻ പറഞ്ഞത്. അർജുന, ഇത് സത്യമായി നിന്നോട് ഞാൻ പറയുന്നു. കാരണം നീ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവനാണ്. ഇത് കേൾക്കുന്ന മക്കളെ, നിങ്ങൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഞാനും പറയുന്നു, ഭഗവാൻ തന്ന ഈ ഉപദേശം നിങ്ങളോട് സത്യമായി ഞാൻ പറയുന്നു. ഇങ്ങനെ ആരാണ് ഇങ്ങനെ ആകുന്നത്, അത് ആ പരമപദം പ്രാപിക്കും. അത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ടവരാണ്. അത് 1, 2, 10, 100 ആയിക്കോട്ടെ, എത്ര പേരുണ്ടോ അവരായിക്കോട്ടെ. ഇതനുസരിക്കുന്നെങ്കിൽ, ഇതുപോലെ ആയിത്തീരുന്നെങ്കിൽ നിങ്ങൾ ആ പരമപദം പ്രാപിക്കുക തന്നെ ചെയ്യേണ്ട. കാരണം അത്രമാത്രം നീ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതാണ് കാര്യം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.